ഇവൻ ശാപം കിട്ടിയവനാണ്, ഇവനിൽ ദൈവാനുഗ്രഹമില്ല. ഈ വ്യവസ്ഥ നിലനിൽക്കുമ്പോഴാണ് യേശുക്രിസ്തു കടന്നു ചെന്നിട്ട് പറയുന്നത്, ഇവൻ ഇങ്ങനെ ആയിത്തീർന്നത് അവൻ്റെ മാതാപിതാക്കൾ കാരണമല്ല. ഹല്ലേലൂയ. ഇതാണ് പറയുന്നത്. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി. കാരണം ആരാണെന്ന് യേശു പറഞ്ഞിട്ടില്ല. കാരണം ആരാണെന്ന് പറഞ്ഞിട്ടില്ല. ഇവൻ ഇങ്ങനെ ആവാൻ കാരണം ഒരാളെ യേശു ചൂണ്ടിക്കാണിക്കുന്നില്ല. പക്ഷേ ഇവനിൽ ദൈവപ്രവൃത്തി ഞാൻ നടത്തും എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എവിടെയെങ്കിലും കാരണം കണ്ടുപിടിക്കാവോ? കാരണം പറയുന്നില്ല. അപ്പോൾ മാതാപിതാക്കളുടെ സംബന്ധമായി യേശു അവരെ രക്ഷിക്കാൻ നോക്കുമ്പോൾ, പേരൻസിനെ രക്ഷിക്കാൻ നോക്കുമ്പോൾ യേശു കാരണം പറയുന്നില്ല. അപ്പോൾ അവനിൽ എന്തോ ഒരു കാരണമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൻ തകരാനും അവൻ യാചകനായി മാറാനും കാരണം ദൈവം തന്നെ അങ്ങനെ ആക്കിയതാണെങ്കിൽ ദൈവം കള്ളനാണ്, ദൈവം ഡ്രാമ ചെയ്യുന്നവനാണ്, ദൈവ അഭിനയ ചക്രവർത്തിയാണ് എന്ന് നമ്മൾ ദൈവത്തെക്കുറിച്ച് തിയറി എഴുതേണ്ടത് വരും. എന്നാൽ മറ്റാരോ നിമിത്തമാണ് ഇവൻ അങ്ങനായി തീർന്നിരിക്കുന്നത്. യേശുവേ ആരാധന. ഇനി ഇത് ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക. അയൽക്കാരും അവനെ മുമ്പ് യാചന കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു ഇവൻ തന്നെ, മറ്റു ചിലർ പറഞ്ഞു അല്ല, ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവർ പറഞ്ഞു ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി, സിലോഹോയിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവനെവിടെ എന്ന് അവർ ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? ഇവിടെ യേശു ഒരു വാക്ക് പറഞ്ഞു. തുപ്പി കണ്ണിൽ ചെളി ഉണ്ടാക്കി കണ്ണിൽ പുരട്ടുന്നതിന് മുമ്പ് യേശു ഒരു വാക്ക് പറഞ്ഞു. എന്താണെന്ന് പറയാം? ഞാൻ ലോകത്തിൽ ഉള്ളിടത്തോളം കാലം ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പം ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ വേൾഡിൽ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ഈ വേൾഡിൻ്റെ ഭൂമിയുടെ പ്രകാശമാണ്. ഭൂമിയിലെ പ്രകാശമാണ്. അപ്പോൾ ഭൂമിയിൽ പ്രകാശം താനാണെന്നുള്ളത് പ്രാക്ടിക്കലി കാണിക്കാൻ തൻ്റെ ഉമിനീര്, അതായത് തൻ്റെ ഒരു മനുഷ്യൻ്റെ ഉമിനീര് അവൻ്റെ ജീവനാണ്. ആ ഉമിനീരെടുത്ത് ആ ഉമിനീര് എടുത്തുകൊണ്ട് ആ ചെളി ഉണ്ടാക്കി അവ കണ്ണിൽ പുരട്ടുമ്പോൾ അത് പ്രകാശം, ആ കണ്ണ് തെളിച്ചമുള്ളതായി മാറുന്നു. അതിനൊരു ആത്മീയ അർത്ഥമാണ് എൻ്റെ അകത്തുള്ളത്. ഒന്ന് യേശു, വചനം, രണ്ട് ഭൂമി, ഇത് തമ്മിൽ മിക്സാവുന്നു. കണ്ണിൽ പുരട്ടുമ്പോൾ അന്ധകാരം മാറുന്നു, ഇരുട്ട് മാറുന്നു, വെളിച്ചം വരുന്നു. ഇതിൻ്റെ ഒരു ഡോക്ട്രിനാണ്, ഇതിൻ്റെ ഒരു തിയോളജിയാണ് യേശുക്രിസ്തു അവിടെ വെളിപ്പെടുത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഭയങ്കരമായിട്ട് വെളിപ്പെടുകയാണ്. അതായത് ഒരു രോഗശാന്തിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട തോട്ടെന്ന് പറയുന്നത്, എല്ലാ രോഗശാന്തിക്കും ഹല്ലേലൂയ ഓരോ വെളിപാടുണ്ട്. എല്ലാ രോഗശാന്തിക്കും. ഇന്നലെ ഞാൻ സൂമിൽ ഓരോ രോഗശാന്തി ആൾക്കാർ പറയുമ്പോഴും അവർക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങളുടെ വീട്ടിൽ ദൂതൻ വന്നു, നിങ്ങളുടെ വീട്ടിൽ ദൈവാത്മാവ് വന്നു, അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സാധാരണ ഈ സാക്ഷ്യത്തിന് നിൽക്കുന്നവരെല്ലാം രോഗം പറയുക, അത് കളയുക. പക്ഷേ ജീസസിനെ പ്രൊമോട്ട് ചെയ്യണം നമ്മളത്. അതുകൊണ്ട് ആര് സാക്ഷ്യത്തിന് നിന്നാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്, എന്താണ് അവിടെ ആക്ച്വലി സംഭവിച്ചത്, ഇത് നമ്മൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ അവരെ ഒരിക്കലും ദൈവത്തേക്ക് വരത്തില്ല. അതുകൊണ്ടാണ് ഓരോ സാക്ഷ്യങ്ങൾ കഴിയുമ്പോഴും അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതാണ് ഈ ദൈവം ചെയ്ത പ്രവൃത്തി എങ്ങനെയാണ്, ദൈവം എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ബോധ്യം കൊടുക്കണം. അത് സാക്ഷ്യം പറയുന്നുള്ള ഒരാളുടെ കഴിവാണ്. അത് കഴിവ് കേട്ടും സാക്ഷ്യം പറയിപ്പിക്കാം, കഴിവോടുകൂടിയും സാക്ഷ്യം പറയിപ്പിക്കാം. ഹല്ലേലൂയ. അതൊക്കെ നമ്മൾ വരപ്രാപ്തി നേടിയെടുക്കേണ്ടത് ഒരു വിഷയമാണ് അത്. കാരണം ഓരോ സാക്ഷ്യവും നമ്മൾ ദൈവത്തെ ജീവിക്കുന്നവനാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് സാക്ഷ്യം പറയിപ്പിക്കുന്ന ആളുടെ കഴിവാണ്. ഹല്ലേലൂയ. കാരണം ചിലവർക്കൊന്നും വർത്തമാനം പറയാൻ അത്ര അറിയത്തില്ല, ചിലവർക്ക് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല. സംസാരിക്കാൻ അറിയാത്ത ആൾക്കാരെ അവർക്ക് നടന്ന സംഭവം അവരെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് വലിയ പാടൊന്നുമില്ല. നടന്നത് പറഞ്ഞാൽ മതി, യാതൊന്നും വേറെ പറയണ്ട. നടന്നത് എന്താണെന്ന് മാത്രം ചോദിച്ച് നമുക്ക് അവരെ പറയിപ്പിക്കാം. ആ നടന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നടന്നതിൻ്റെ അകത്തുള്ള ആത്മീയത എന്താണ്, അതിൻ്റെ അകത്ത് എന്ത് ആത്മീയ അർത്ഥമാണ് ഉള്ളത് എന്ന് സാക്ഷ്യം പറയിപ്പിക്കുന്ന ആൾ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അയാൾ കൃപാവരമില്ലാത്ത ഒരാളാണ്. സാക്ഷ്യം പറയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും നിൽക്കുവാണ്. നിങ്ങളെല്ലാം പല സമൂഹത്തിൽ സാക്ഷ്യം പറയിപ്പിക്കാൻ നിന്നപ്പോൾ
നടന്ന സംഭവത്തിലെ ദൈവികത എന്താണെന്ന് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാതെ അവർ വന്ന് എന്തോ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിച്ചു, എനിക്ക് വീടില്ലായിരുന്നു, എനിക്ക് പെട്ടെന്ന് വസ്തു മേടിക്കാൻ പറ്റി, സ്ഥലം മേടിച്ചു, ഇന്ന് എനിക്ക് കർത്താവ് ഒരു വീട് തന്നു, അനുഗ്രഹിക്കണം. സാക്ഷ്യക്കാർ പറയുന്നു, ഓക്കെ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, അടുത്ത ആൾ വാ. അതിൻ്റെ അകത്ത് എന്ത് ദൈവമഹത്വം ഉണ്ടായത്? അപ്പോൾ ചെറിയൊരു ഇതിൽ പോലും ദൈവത്തിൻ്റെ മഹത്വം, ഒരു ആത്മീയ മഹത്വം കൊടുക്കുവാനായിട്ട് സാക്ഷ്യം പറയിപ്പിക്കുന്ന ആളിന് കഴിവില്ലെങ്കിൽ അവൻ കൃപാവരം പ്രാപിക്കാത്തവനാണ്, അവൾ കൃപാവരം, ദൈവവുമായിട്ടുള്ള കണക്ഷൻ പ്രാപിക്കാത്ത ഒരാളാണ് എന്നാണ്. യേശുക്രിസ്തു താൻ ചെയ്യാൻ പോകുന്ന വലിയ അത്ഭുതത്തിന് യേശുക്രിസ്തു വ്യക്തമായും ക്രിസ്തു ആകുന്ന ആ വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ശക്തിയുടെ, ദൈവിക ശക്തിയുടെ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, അതാണ് ഇപ്പം നിനക്ക് വെളിപ്പെടുത്തി തരാൻ പോകുന്നത്. ഹല്ലേലൂയ. സാക്ഷ്യത്തിന് റീസൺ കണ്ടുപിടിച്ച് തരുന്നുണ്ട്. അതിനൊരു റീസൺ ഉണ്ട് സാക്ഷ്യത്തിന്. ഹല്ലേലൂയ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്നുള്ള റീസൺ, അതിൻ്റെ എവിഡൻസ്, വിത്ത് എവിഡൻസിലാണ് ഹീലിംഗ് ചെയ്തു കൊടുത്തത്. എന്നിട്ട് പ്രകാശം ഒരൊറ്റ പോക്കങ്ങ് പോയി. കാരണം അവന് പ്രകാശം കിട്ടിക്കഴിഞ്ഞു. അവൻ്റെ ഹൃദയത്തിലും കിട്ടി, അവൻ്റെ കണ്ണിലും കിട്ടി. ഹൃദയത്തിലും കണ്ണിലും ഒരുപോലെ കിട്ടിയെന്ന് ഉറപ്പ് വന്നപ്പോൾ യേശു അവനിൽ നിന്ന് മാറി. അവൻ്റെ മഹത്വം എടുക്കാനായി യേശു നിൽക്കുന്നില്ല. ഹല്ലേലൂയ. രണ്ടാമത്തെ പോയിന്റ് അതാണ്. യേശു ഒരിക്കലും അവനിൽ നിന്ന് മഹത്വം കിട്ടാൻ വെയിറ്റ് ചെയ്ത് അവൻ്റെ അടുത്ത് പോയി നിൽക്കുന്നില്ല. കാരണം യേശു ഇവിടെ ചെയ്ത പ്രവൃത്തി അവന് വെളിച്ചമുണ്ടാകണം. അവൻ്റെ ഹൃദയത്തിൽ വെളിച്ചം ഉണ്ടാവണം, അവൻ്റെ കണ്ണിൽ വെളിച്ചം ഉണ്ടാകണം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് സുവിശേഷം വായിക്കുന്ന ഏവനും മനസ്സിലാക്കണം. വിത്ത് എവിഡൻസിൽ പ്രവർത്തിച്ചതാണ് അത്. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൽ പ്രിയരെ, നമ്മൾ ഓരോ ടൈം വർക്ക് ചെയ്യുമ്പോൾ, ഓരോ സമയത്ത് നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ദൈവത്തിന് സന്തോഷകരമായ രീതിയിൽ നമ്മൾ നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളെല്ലാം നോക്കുന്നത് എങ്ങനെയാണ്? ഓഡിയൻസിന് സന്തോഷമാകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ദൈവത്തിന് സന്തോഷമാകുന്നുണ്ടോ എന്ന് ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിച്ചു കൊള്ളുക. 13ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 13 വായിക്കാം. എല്ലാവരും ഒന്ന് വായിച്ചേ. മുൻപ് അന്ധനായിരുന്ന അവനെ അവർ ഫരിസേയരുടെ അടുത്ത് കൊണ്ടുചെന്നു. യേശു ചെളിയുണ്ടാക്കി. ഇത് കണ്ടോണേ, ഇത് ആരാണ് പിടിച്ചത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു ആരാധന. ഇത് ആരാ പിടിച്ചത്? ആരാണ്? ആരാ ഇവനെ പിടിച്ച് ഇവനെ ഫരിസേയന്മാരുടെ അടുത്ത് കൊണ്ടുപോയത്? ആരാണെന്നറിയോ? ഇവൻ്റെ തൊട്ടടുത്ത് താമസിച്ചുകൊണ്ടിരുന്ന നെയ്ബേഴ്സാണ്. നെയ്ബേഴ്സ് വന്നിട്ട്, അയൽക്കാർ വന്നിട്ട് ഇവനെ പൊക്കി. ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, എടാ നീ ജന്മന അന്തൻ, തൊട്ടടുത്ത് താമസിക്കുന്നവനറിയാവനെ. അവരെല്ലാം കൂടെ പൊക്കിയിട്ട് പറഞ്ഞു, നിന്നെ ആരെ സുഖപ്പെടുത്തിയേ? അത് യേശു എന്ന് പറയുന്ന ഒരാളാണ്, നീ വരാൻ പറഞ്ഞു. എല്ലാവരും കൂടെ ചേർന്ന് അയൽവക്കക്കാർക്ക് മൊത്തം അങ്ങ് കൂടിയിട്ട് പൊക്കിയെടുത്ത് നേരെ ഫരിസേയന്മാരുടെ അടുത്തേക്ക് പോവുകയാണ്, ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫരിസേയന്മാരുടെ അടുത്തേക്ക് പോവുകയാണ്. 13ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 13ാമത്തെ വാക്യം എന്താണ്? മുൻപ് അന്ധനായിരുന്ന അവനെ അവർ ഫരിസേയരുടെ അടുത്ത് കൊണ്ടുവന്നു. അവർ എന്ന് പറയുന്നത് ആരാണ്? പറഞ്ഞ ആരാണ്? അവർ ആരാണ്? അയൽവക്കക്കാരാണ് അല്ലേ? അയൽവക്കക്കാർ എവിടെ കൊണ്ടുപോവുകയാണ്? ഫരിസേയന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അടുത്ത് കഴിഞ്ഞപ്പം യേശു ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകൾ തുറന്നത് ഒരു സാബത്ത് ദിവസം. ചുമ്മാതല്ല അവനെ കൊണ്ടുപോയത്. സാബത്ത് ദിവസം തുപ്പി ചെളി കുഴച്ചു. ഫരിസേയന്മാരുണ്ടാക്കിയ നിയമം അനുസരിച്ച് സ്വിച്ച് പോലും ഇടാൻ പാടില്ല. പിന്നെ തിരിയെ ഇങ്ങനെ എടുത്ത് തിരി കത്തിക്കാൻ പാടില്ല. അപ്പോഴാണ് ചെളി ഉണ്ടാക്കി കുഴച്ചു. അപ്പോൾ അതൊരു ജോലിയാണ്. ചെളി കുഴച്ചെങ്കിൽ ജോലിയാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച്, ഒരു റിലീജനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ നന്മയല്ല, റിലീജൻ ഉണ്ടാക്കിയ നിയമത്തിനാണ് സ്ഥാനം. ഇതൊക്കെ പിടികിട്ടുന്നുണ്ടോ? റിലീജനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ നന്മയോ മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുന്നതോ അല്ല. അവൻ്റെ റിലീജനാണ് അവന് വലുത്, അവൻ്റെ മതമാണ് അവന് വലുത്.
നിങ്ങൾക്ക് പിടിയിട്ടില്ല. ശരിയായോ? കറക്റ്റാണോ? ഞാനൊന്ന് പറയാം. ഒരാൾ ക്യാൻസർ പേഷ്യൻ്റായി ആകെ അസ്വസ്ഥപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അയാളുടെ അയാൾ പോകുന്ന ഇടവകയുടെ അധികാരിയെ പോയി കണ്ടിട്ട് പറഞ്ഞു, ജീസസ് വിഷനിൽ രോഗശാന്തികളൊക്കെ നടക്കുന്നുണ്ട് അച്ഛാ, ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും കുർബാന ഉണ്ടാകുകയും അങ്ങ് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ മരിക്കാൻ കിടക്കുന്ന ആളുടെ ജീവനാണോ വലുത്, അദ്ദേഹത്തിൻ്റെ റിലീജിയനാണോ വലുത്? അതാണ് വലുത്. ഇപ്പം മനസ്സിലായോ? ഇന്നും അങ്ങനെയുള്ളവരുണ്ട്. എന്നാൽ രഹസ്യമായിട്ട് നിങ്ങൾ ഇന്ന ബ്രദറിൻ്റെ അടുത്ത് പൊയ്ക്കോ എന്ന് പറഞ്ഞ് വിടുന്നവരുമുണ്ട്. അപ്പം ചിലവരെ സംബന്ധിച്ച് അവർക്ക് നീ ചത്താലും പ്രശ്നമില്ല, നീ ആയിരിക്കുന്ന റിലീജിയനാണ് വലുത്. ഹല്ലേലൂയ. ഇവരങ്ങനെയുള്ളവരായിരുന്നു. ഇവൻ ജന്മന തപ്പിത്തടഞ്ഞ് നടക്കുന്ന അയൽവക്കക്കാരന് അവന് അതൊരു വിഷയമേ അല്ല, അതൊരു പ്രശ്നമില്ല. പക്ഷേ അവൻ ഗുണം പിടിച്ചു, അവന് ഗുണമുണ്ടായി എന്ന് കേട്ടപ്പം അവൻ അപ്പോഴത്തേക്ക് പ്രിൻസിപ്പിൾ പൊക്കിക്കൊണ്ടുവരിക, നിയമം പൊക്കിക്കൊണ്ടുവരിക. ഹല്ലേലൂയ. യേശു ആരാധന. നിങ്ങൾക്ക് പിടികിട്ടിയോ? മനസ്സിലായോ? നിങ്ങൾക്ക് നിയമം പൊക്കേണ്ടേ? നിങ്ങളുടെ ശുശ്രൂഷയിൽ ഒരു വ്യക്തി, നമ്മുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, അവനൊരു അനർത്ഥം വന്നു, അവൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല. അവൻ പറയാം, ഞാൻ എവിടെയെങ്കിലും ഒന്ന് പൊയ്ക്കോട്ടെ, എൻ്റെ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ. നമ്മളുടനെ പറയും, ജീസസ് വിഷനില്ല, അതൊന്നും അലോഡല്ല എന്ന് നിങ്ങൾ ആരും പറയാൻ നിൽക്കരുത്. നീ എവിടെയാന്ന് വെച്ചാൽ പോടാ, ഇതാണ് പറയേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ പറയാൻ നിൽക്കരുത്. നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റിലീജിയൻ, നമ്മളൊരു ഫരിസേയനായി മാറുകയാണ്. നമ്മൾ പറയരുത്, നിനക്ക് എവിടെയാന്ന് വെച്ചാൽ സമാധാനം കിട്ടുന്നിടത്ത് പൊയ്ക്കോ, ഒരു പ്രശ്നവും എന്ന് പറയും എന്ന് അവനോട് നമുക്ക് പറയാം. ഹല്ലേലൂയ. നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ കിടന്ന് ബഹളം വെക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. പോകുക. പക്ഷേ നമ്മുടെ ജീസസ് മിഷൻ്റെ എയിം എന്ന് പറയുന്നത് എല്ലാവരും ശിഷ്യരായി മാറുക, വിശ്വാസിയായി മാറുക. നമ്മൾ ഓടി നടക്കുന്നതിന് പകരം നീ തന്നെ ആ ഓടി നടക്കുമ്പോൾ നീ ഒരിടത്ത് പോവുകയാണല്ലോ, ഒരു സുവിശേഷകനെ കാണാൻ പോവുകയാണല്ലോ. അപ്പോൾ ആ പോകുന്ന ആ സുവിശേഷകൻ എന്തുകൊണ്ട് നിനക്കായിക്കൂടാ? ഇതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. നീ ഒരാൾ വരുമ്പോൾ അയാൾ ഭയങ്കര ശുശ്രൂഷകനാണെന്ന് കണ്ടിട്ട് അയാളുടെ അടുക്കലേക്ക് നീ പോകുമ്പോൾ നിനക്കെന്തുകൊണ്ട് നിനക്ക് അയാളെപ്പോലെ ആയിക്കൂടാ എന്ന് നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇതാണ് ഞങ്ങളുടെ ചോദ്യവും ഞങ്ങൾ പഠിപ്പിക്കുന്നതും അത് തന്നെ. എന്നാൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയും മറ്റു ശുശ്രൂഷകരുടെ ശുശ്രൂഷ രീതികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഓഫീസിൽ വിവരം അറിയിക്കുക, ബ്രദറെ ഞാൻ ഇന്നടക്ക് വരുന്നുണ്ട്, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മീറ്റിങ്ങിന് പോട്ടെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ലീഡേഴ്സ് ആരും തടയത്തില്ല. ഞാൻ തടയത്തില്ല, മറ്റാരും തടയത്തില്ല. കാരണം ഇവിടെ ഉള്ളവരും അങ്ങനെ പോകുന്നതാണ്. പുതിയ ആൾക്കാരുടെ ഏതെങ്കിലും നല്ല ദൈവദാസന്മാർ വരുവാണെങ്കിൽ കർത്താവിൻ്റെ മെസ്സേജ് ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പോവാറുണ്ട്. പോയി അവൻ്റെ നിന്ന് കൈവെപ്പ് മേടിക്കാൻ ഒന്നിനുമല്ല, പോകും. ആ ശുശ്രൂഷയിൽ പങ്കാളിയാകും, നമുക്ക് ആത്മീയ വർധനവ് ഉണ്ടാകും. ഇതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ അത് ചോദിച്ച് അത് വളരെ അനുവാദം മേടിച്ച് ഒക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്തൊരു പോസിറ്റീവ് ഉണ്ട്. അതേ ഉള്ളൂ നമ്മളിവിടെ പറയുന്നുള്ളൂ. യേശു ആരാധന. എന്നാൽ ഈ ഒരുവന് നന്മ ഉണ്ടാകുന്നത് കാണുമ്പോൾ നമുക്ക് അത് കണ്ണുകടിയാണ്, നമുക്ക് ആ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മൾ അവനെ പിടിച്ച് അവനോട് ഒരു ദയയും കാണിക്കാതെ ഫരിസേയന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് മനസ്സിലായി? നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ. തുറന്ന് വായിക്കുമ്പം വീണ്ടും ഫരിസേയർ അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു. വീണ്ടും ഫരിസേയർ അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അവൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ഞാൻ കഴുകി, ഞാൻ കാണുകയും ചെയ്യുന്നു. ഫരിസേയരിൽ ചിലർ പറഞ്ഞു, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. സ്തുതിക്കാം നമുക്ക് ദൈവത്തെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇവിടെ ദൈവത്തിൻ്റെ ഭയങ്കര ഒരു ചിന്ത നമുക്കിവിടെ ഉണ്ട്. എന്താണെന്നറിയോ? ആ ചിന്ത എന്താണെന്നറിയോ? ഈ കണ്ണ് സുഖപ്പെട്ട ആൾ പറയുന്നത്, അയാൾ ഒരു നാമവും പറയുന്നില്ല. ആരുടെ പേരിലാണ് ഞാൻ സുഖപ്പെട്ടതെന്ന് അയാൾ പറയുന്നില്ല. അയാൾ പറയുന്ന യേശു എന്നൊരാൾ എൻ്റെ കണ്ണ് ചെളി ഉണ്ടാക്കി. എങ്ങനെ ചെളി ഉണ്ടാക്കിയതെന്നും പുള്ളി ചെളിയുടെ കാര്യം പറയുക, കഴുകാൻ പറഞ്ഞ കാര്യം പറയുക. പുള്ളിക്ക് അത്രേ അറിയത്തുള്ളൂ. ഇപ്പോൾ അത്രേ പുള്ളിക്ക് മനസ്സിലാവുന്നുള്ളൂ, പുള്ളി അത്രേ ചെയ്യുന്നുള്ളൂ. എന്നാൽ കേൾക്കുന്ന ഫരിസേയൻ, ഇവൻ കാഴ്ച കിട്ടി, നമ്മുടെ കൂട്ടത്തിൽ പാപത്തിൽ നിന്ന് ഒരുവൻ അവരുടെ ഡോക്ടറിൻ വെച്ച് ഇവൻ പാപിയാണ്, കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ പാപം മാറി എന്നാണ് അർത്ഥം. ആ പാപം മാറി അവൻ സമൂഹത്തിലേക്ക് വന്നതിൽ അവർക്ക് സന്തോഷമില്ല.
അവർ നോക്കുന്നത് ഇവനെ സുഖപ്പെടുത്തിയ വ്യക്തി, ആ വ്യക്തി സാബത്ത് ആചരിച്ചില്ല. അതാണ് അവർ പറയുന്നത്. അതാണ് സാബത്ത് ആചരിക്കാതെ, സാബത്ത് നോക്കാതെ നടക്കുന്ന ഒരു മനുഷ്യൻ രോഗശാന്തി ചെയ്ത് ഇങ്ങനെ നടക്കുക, പുള്ളിക്ക് സാബത്തില്ല. ഇന്ന് ക്രിസ്ത്യാനികളിൽ പലരും സാബത്ത് ദൈവം വെച്ചതാണ്, അതുകൊണ്ട് സാബത്ത് ആഘോഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സഭയാത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയോ നിങ്ങൾക്ക് അതിനുള്ള പ്രസംഗം എടുക്കുകയോ ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യേശു ഇവർ പറയുന്ന കണക്ക് സാബത്ത് ഒന്നും ആചരിച്ച ഒരാളൊന്നുമല്ല എന്ന് വ്യക്തമാണ് നമുക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് സാബത്ത് ആചരിക്കാത്തത് എന്താണെന്ന് ഒരുത്തൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിൻ്റെ അനുയായിയാണ്. ഹല്ലേലൂയ. പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ സാബത്ത് എന്ന് പറയുന്നത് എപ്പോഴുമാണ്, എപ്പോഴും ദൈവത്തിൻ്റെ വിശ്രമത്തിലാണ്. നമ്മൾ ഒരു ദിവസത്തിലല്ല, ദൈവിക വിശ്രമത്തിൽ എല്ലാ സമയവും. നിങ്ങൾ സ്നാനമേറ്റ ഏതൊക്കെ സമയമുണ്ടോ ഈ സ്നാനമേറ്റ സമയം മുതൽ നിങ്ങൾ സാബത്തിലാണ്, നിങ്ങൾ ദൈവത്തോടൊത്ത് വിശ്രമത്തിലാണ്. കാനാൻ ദേശത്ത് എത്തിക്കഴിഞ്ഞു നിങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസത്തെ സാബത്തില്ല, നിങ്ങൾക്ക് ഒരു ദിവസത്തെ സാബത്തില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ ദിവസം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദിവസം ആചരിക്കുക മാത്രമേ ഉള്ളൂ. സാബത്ത് നിങ്ങൾക്കില്ല. യേശു സാബത്ത് ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ യേശു ആഘോഷിക്കാത്തത് നീ എന്തിനാ ആഘോഷിക്കാൻ പോകുന്നത്? ഹല്ലേലൂയ. യേശു ഈ പരിസയന്മാരുണ്ടാക്കിയ സാബത്തിലൊന്നും യേശു കഴിഞ്ഞില്ല. യേശു കഴിഞ്ഞത് മൊത്തം ദൈവിക വേലയല്ല, സാബത്ത് സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരുന്നു. കാരണം യേശു സാബത്ത് ആചരിച്ചായിരുന്നെങ്കിൽ യേശു ദൈവമല്ല. യേശു സാബത്ത് ആചരിച്ചായിരുന്നെങ്കിൽ യേശു ആരല്ല? യേശു ദൈവമല്ല. കാരണം സാബത്ത് ദൈവത്തിൻ്റെ വിശ്രമ സമയമാണ്. ഹല്ലേലൂയ. ജനങ്ങളാണ് സാബത്ത് ആചരിക്കേണ്ടത്. ദൈവം സാബത്തിൽ, ജനങ്ങളിങ്ങനെ സാബത്തിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ജോലി ജനങ്ങൾക്ക് വിടുതൽ നൽകുക, ജനങ്ങളെ മോചിപ്പിക്കുക, ജനങ്ങൾക്ക് രോഗശാന്തി ചെയ്യുക, ജനങ്ങളെ അനുഗ്രഹിക്കുക. അതാണ് ജനങ്ങൾ സാബത്തിരുന്നപ്പോൾ ദൈവം തൻ്റെ ജോലി ചെയ്യാൻ ഇറങ്ങി. ദൈവം ജോലി ചെയ്യാൻ ഇറങ്ങി. അവർക്ക് വിടുതൽ കൊടുത്തു, അവർക്ക് അത്ഭുതങ്ങൾ ചെയ്തു കൊടുത്തു, അവർക്ക് വലിയ വലിയ ആശ്വാസം നൽകി, കൂനുള്ള സ്ത്രീയെ നേരെയാക്കി. ദൈവം തൻ്റെ ജോലി സാബത്തിൽ ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പം നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? യേശു തൻ്റെ ജോലി ചെയ്തത് സാബത്താണ്. ഇന്ന് നമ്മൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ മെമ്പറാണെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആരെങ്കിലും സാബത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വന്നാൽ കേൾക്കരുത്. അവൻ ജുഡായിസമാണ് പറയുന്നത്, അവൻ പറയുന്നത് ഇവാഞ്ചലിസം അല്ല. യേശു ആരാധന മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം നമുക്ക് സാബത്തിൻ്റെ പുറകെ ഇനി ചിന്തിച്ചുകൊണ്ട് പോകണോ? ആരും ചിന്തിക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ ഇതിപ്പോൾ ഇന്ന് ഈ ക്ലാസ് കേട്ടോ, ഒരു 2-3 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പെട്ടെന്ന് ഈ സാബത്ത് നിങ്ങൾ വിശ്രമിക്കണം, അതിലാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ വചനഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുക പഴയ നിയമത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ശനിയാഴ്ചയാണല്ലോ സാബത്ത്, എന്തുകൊണ്ടാണ് പിന്നെ ഞായറാഴ്ച? ശനിയാഴ്ച നമ്മൾ വ്രതം ഇരിക്കേണ്ടതല്ലേ, സാബത്ത് ആഘോഷിക്കേണ്ടതല്ലേ എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഇനി തോന്നുമോ? തോന്നിയാൽ നിങ്ങൾ ആരെ പോലെ ചിന്തിക്കുകയാണ്? ഫരിസേനെ പോലെ നിങ്ങൾ ചിന്തിക്കുക. ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു ദിവസം സാബത്ത് ആചരിക്കരുത്. സ്തോത്ര. ഹല്ലേലൂയ. കാരണം നിങ്ങൾ സാബത്തിലാണ്, ഫുൾ സമയം സാബത്തിലാണ്. യേശു ആരാധന. നമുക്കറിയാം, നമുക്ക് ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചേ, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു ഭാഗത്ത് വരുന്നതാണ് ക്രിസ്മസ്. എന്താണ് സുവിശേഷത്തിൻ്റെ ഭാഗത്ത് വരുന്നത്? ക്രിസ്മസ് എങ്ങനെ വരുന്നത്? ഒന്ന്, ജനനം പ്രഖ്യാപിക്കണം, മരണം പ്രഖ്യാപിക്കണം, പിന്നെന്ത് പ്രഖ്യാപിക്കണം? ഉദ്ധാനവും സ്വർഗാരോഹണവും പ്രഖ്യാപിക്കണം. ശരിയാണോ? അപ്പോൾ ജനനം ആണല്ലോ ക്രിസ്മസ്. അപ്പോൾ ജനനം പ്രഖ്യാപിക്കണ്ടേ? അപ്പോൾ അതിലെന്താ തെറ്റ്? ഇതൊരു സുവിശേഷത്തിൻ്റെ ഭാഗമല്ലേ എന്നൊരാൾ ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? ജനനം പ്രഖ്യാപിക്കണ്ടേ? ജനനമാണല്ലോ സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് എന്താണ്? ജനനം പ്രഖ്യാപിക്കണം, മരണം പ്രഖ്യാപിക്കണം, ഉദ്ധാനം പ്രഖ്യാപിക്കണം, സ്വർഗാരോഹണം പ്രഖ്യാപിക്കണം. ഇത്രയും കാര്യങ്ങൾ പ്രഖ്യാപിച്ചാലേ സുവിശേഷ പ്രഘോഷണം ആവത്തുള്ളൂ. അപ്പോൾ അതല്ലേ ഇന്ന് സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ ആരാധന. ഹല്ലേലൂയ. ഈ സുവിശേഷം, അപ്പോൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ളൊരു സുവിശേഷം ലോകമെങ്ങും പടരുകയാണ് ഈ ദിവസം. ലോകമെങ്ങും പടരുകയാണ് ഈ ദിവസം മൊത്തം. യേശു ജനിച്ചതും യേശു എവിടെയാണ് പിറന്നതെന്നും അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി പുൽക്കൂടുണ്ടാക്കുന്നു. മഞ്ഞിലാണ് പിറന്നതെന്ന് യൂറോപ്യന്മാരുടെ കൾച്ചർ കാണിക്കാൻ വേണ്ടി പഞ്ഞി വെച്ച് മൊത്തം മഞ്ഞാക്കുന്നു. അങ്ങനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് മൊത്തം. പിന്നെ ക്രിസ്മസ് പപ്പാനി വരുന്നു. ഇങ്ങനെ എന്താണ് ക്രിസ്മസ് പപ്പാനി വന്നിട്ട് പറയുന്നത് എന്താണ്, ക്രിസ്തു ജനിച്ചു എന്ന് വിളംബരം ചെയ്യുന്ന ഒരു സുവിശേഷകനാണ് അദ്ദേഹമാണ് ഈ കുതിരപ്പുറത്തൊക്കെ വന്നിട്ട് ഈ അയാളിങ്ങനെ പോകുമ്പോൾ, ചുവന്ന വസ്ത്രം ഇട്ട് പോകുമ്പോൾ, അത് യൂറോപ്പിൻ്റെയാണ് ചുവന്ന വസ്ത്രം കേട്ടോ, അതിട്ട് പോകുമ്പോൾ ക്രിസ്തു ജനിച്ചു എന്നുള്ളതിൻ്റെ ഒരു വിളംബരമാണ്, ഒരു സുവിശേഷമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക്? അതാണ്. അതുകൊണ്ട് ഡിസംബർ 25 ജൂപ്പിറ്റർ ദേവൻ്റെ തിരുനാളായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ യേശു ജനിച്ചു എന്ന് ലോകം മുഴുവൻ പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലേ? സുവിശേഷ ഭാഗത്ത് വരുന്നതാണ് യേശു ആരാധന. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ദിവസം യേശു ജനിച്ച ആ സംഭവങ്ങളെല്ലാം കണ്ടിട്ട് ആരെങ്കിലും ഒരാൾ യേശുവിലേക്ക് വന്നിട്ടുണ്ടോ? വിജാതീയരാരെങ്കിലും ആരെങ്കിലും വന്നോ? ക്രിസ്മസിൽ പള്ളിയിൽ പോയിട്ട് സുവിശേഷകനായ ആരെങ്കിലും ഉണ്ടോ? ക്രിസ്മസ് കരോള് കണ്ടിട്ട് സുവിശേഷകരായവരാരെങ്കിലും ഉണ്ടോ? വെള്ളമടിക്കാൻ പഠിച്ചു, മനസ്സിലായോ? കള്ളു കുടിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്തായി? ഈ ക്രിസ്മസിൻ്റെ ഈ യേശുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിച്ചിട്ട് ആരൊക്കെ നന്മയുണ്ടായിട്ടുള്ളത്? നാളെ ഈ ക്രിസ്മസിൻ്റെ അന്ന് ഇന്ന് രാത്രിത്തെ വാർത്ത കേട്ടാൽ നിങ്ങൾക്കറിയാം, ബാറുകാർക്ക് നന്മയുണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിറ്റുവരവ് നടന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? സുവിശേഷ പ്രഘോഷണവും ധ്യാനത്തിലൂടെയും സുവിശേഷ കൺവെൻഷനിലൂടെയാണ് ജനനവും മരണവും ഉയർപ്പും ഉദ്ധാനവും എല്ലാം ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത്. വചന പ്രഘോഷണത്തിലാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു ദിവസം കണ്ടുപിടിച്ചിട്ട് ആഘോഷിക്കുന്നതിലല്ല. വചന പ്രഘോഷണത്തിലൂടെ സുവിശേഷത്തിലൂടെ അവൻ ഇട്ടുകൊടുക്കുമ്പോൾ അനേകം ജനങ്ങൾ മാനസാന്തരപ്പെടുന്നത് പോലെ എല്ലാവരും മാനസാന്തരപ്പെടും. എത്ര പേരാ മാനസാന്തരപ്പെടുന്നത്? സുവിശേഷ പ്രഘോഷണവും ധ്യാനവും വഴിയായിട്ട് മാനസാന്തരപ്പെടുന്നത് എത്ര പേരാ? ഈ ക്രിസ്മസിലോ ഇതൊക്കെ കണ്ടിട്ടാണോ മാനസാന്തരപ്പെട്ടത്? അല്ല. മാനസാന്തരപ്പെടുന്നത് എപ്പോഴാണ്? അവൻ ധ്യാനം കൂടുമ്പോഴാണ്, അവൻ സുവിശേഷം കേൾക്കുമ്പോഴാണ്, അവനിൽ ജനനവും മരണവും ഉദ്ധാനവും ഒക്കെ അവൻ വിശ്വസിക്കുന്നത് അപ്പോഴാണ്. യേശു ആരാധന. അല്ലാതെ ഒരു ദിവസം കൊണ്ട് മാത്രം യേശു ജനിക്കുന്നു അതൊന്നുമില്ല. അതിന് മൊത്തവും പേഗൻ മതത്തിൽ നിന്നുള്ള കൾച്ചറും വിജാതീയ കൾച്ചറും കോപ്പിയടിച്ച് നടത്തുന്ന ഈ ആഘോഷങ്ങളിലൊന്നും യേശു ക്രിസ്തു ജനിക്കുന്നില്ല എന്ന് അമിതമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഹല്ലേലൂയ. പക്ഷേ ഇതൊരു ക്രിസ്തീയ ഇതായതിൻ്റെ പേരിൽ നമ്മളിത് പബ്ലിക്കായിട്ട് പഠിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മളാകെ ജനത്തിന് കൊടുക്കുന്ന ഭാരം ഈ ഓണാഘോഷത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ്. ബാക്കി ഒന്നിലും ജനത്തിന് ഭാരം കൊടുത്തിട്ടില്ല. യേശു ആരാധന. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നക്ഷത്രം ഇടാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പുൽക്കൂട്ട്, പിന്നെ വേണമെങ്കിൽ ഒരു ക്രിസ്മസ് പപ്പാനിയെ ഉണ്ടാക്കി വെക്കാം വീട്ടിൽ. ഞങ്ങൾ ആരും ഇതിനെ എതിർക്കാൻ വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ആരും എതിർക്കുന്നില്ല. നിങ്ങൾ എന്തുവെന്ന് വെച്ചാൽ ചെയ്തോളുക. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, ഒരു ദിവസം മാത്രമേ ക്രിസ്തു ജനിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളില്ല. നമ്മളിൽ ഫുൾ ടൈം ക്രിസ്തു ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഒരു ജനനമൊന്നും ആഘോഷിക്കേണ്ട കാര്യമൊന്നും നമുക്കുണ്ടെന്ന് തോന്നുന്നില്ല. എപ്പോഴാണോ നിങ്ങൾ സ്നാനപ്പെട്ടത്, എപ്പോഴാണോ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്, അന്ന് ക്രിസ്തു നിങ്ങളിൽ ജനിച്ചു. സ്തോത്ര. ഹല്ലേലൂയ. യേശു ആരാധന. അതുകൊണ്ട് ഈ ക്രിസ്തു ജനനം വരുന്നതിന് കുറച്ചും കൂടെ ഇതുണ്ട്. ഈ ഉണ്ണിയേശു വരാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു ജനനം. ഉണ്ണിയേശു വന്നാലേ മാതാവിന് സ്ഥാനമുള്ളൂ. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു ഉണ്ണിയേശു വന്നാലേ ആർക്ക് സ്ഥാനം ഉണ്ടാകത്തുള്ളൂ? മാതാവിനും ഔസപിതാവിനും സ്ഥാനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഒരു ഉണ്ണിയെ കൊണ്ടുവരണം. വകുപ്പുകളുമായിട്ട് കുറേ എണ്ണം പോകുന്നുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ പുറകെയൊന്നും പോയിട്ട് കാര്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇതിൻ്റെ തിയോളജി അനുസരിച്ച് നമ്മൾ പോയി കഴിയുമ്പോൾ ആണ് പിടികിട്ടുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറയുന്നത്, സാബത്ത് ഒരു ദിവസം മാത്രമാണോ? ക്രിസ്മസ് ഒരു ദിവസം മാത്രമാണോ? അല്ല. സാബത്ത് ഒരു ദിവസമാണോ? അല്ല. പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഇവിടെ പറഞ്ഞു വന്നത്. സാബത്ത് ഒരു ദിവസമാണോ? അല്ല. ക്രിസ്മസ് ഒരു ദിവസത്തേക്ക് മാത്രമാണോ? അല്ല. ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ രീതികൾ. ഇനി തുടർന്ന് വായിക്കുമ്പം
ഫരിസേയരിൽ ചിലർ പറഞ്ഞു, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ ഇവൻ സാബത്ത് ആചരിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു, പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ ഞാൻ പറഞ്ഞ ഈ പാപിയായ, അത് ആരുടെ വാക്കാ? ഫരിസേയന്റെ വാക്കാ. പാപിയായ, അവൻ കുരുടനായത് കാരണവും യാചകനായത് കാരണവുമാണ് അവനെ പാപി എന്ന് മുദ്ര കുത്തുന്നത്. അത് ഫരിസേയന്റെ നിയമം. അത് പാപിയായ ഇവൻ ജന്മന പാപിയായ എന്ന് വെച്ചാൽ അവൻ്റെ പാരൻസ് പോലും പാപികളാണ്. കാരണം ഇങ്ങനെ ഒരു മകൻ പിറന്നത് കാരണം പാരൻസ് പാപിയാ. അതാണ് യേശു ക്രിസ്തു ആ ഫരിസേയന്റെ കോൺസെപ്റ്റാ എടുത്തു കളഞ്ഞത്. എന്ന് വെച്ചാൽ മാതാപിതാക്കളുടെ പാപം വരികയില്ല എന്ന് യേശു എങ്ങും സ്ഥാപിച്ചിട്ടില്ല. മാതാപിതാക്കളുടെ തെറ്റുകൾക്ക് മക്കളെ പോലെ ശിക്ഷിക്കുമെന്ന് യേശു ക്രിസ്തു യഹൂദന്മാരോട് പറയുന്നുമുണ്ട്. അപ്പോൾ ഒരു വചനം മാത്രം എടുത്തു വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളുക, ജന്മന പാപിയാണ്. ഇനി അടുത്തത് എന്താണ്? വായിച്ചോളുക. അപ്പോൾ ആ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു, അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെപ്പറ്റി നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, അവൻ ഒരു പ്രവാചകനാണ്. അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചെന്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുവോളം യഹൂദർ വിശ്വസിച്ചില്ല. അപ്പോഴത്തേക്ക് ഇവൻ അന്ധനായിരുന്നു. ഉടനെ ഫരിസേയന്മാരിൽ ചിലവർ വന്നിട്ട് പറഞ്ഞു, യഹൂദന്മാരൊക്കെ പറഞ്ഞു, ഇത് പറ്റത്തില്ല, ഇവന് നേരത്തെയൊക്കെ കാഴ്ച ഉണ്ടായിരുന്നു. അയൽവക്കക്കാർ പറയുന്നതൊന്നും കേൾക്കാൻ നിന്നില്ല, പേരൻസിനെ വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാപിതാക്കളെ വിളിപ്പിച്ചു. അത് കഴിഞ്ഞ് വായിച്ചോളുക. അവർ ചോദിച്ചു, അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അവനിപ്പോൾ കാണുന്നത്? അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ, ആദ്യമേ മാതാപിതാക്കൾ വന്നു. ഇവന്മാരെന്തരുടെ മാതാപിതാക്കളെ കണ്ടപാടെ ഇവനെ അങ്ങ് മാറ്റി നിർത്തി. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? അത് ഞങ്ങൾക്ക് ഇത്ര മക്കളുണ്ട്. അതിൽ അന്ധനായ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടുണ്ടോ. അത് ഇത്രാമത്തെ മകൻ അന്ധനാണ്, അവൻ ഇപ്പോൾ പുറത്താണ്, അവൻ അശുദ്ധനായതുകൊണ്ട് ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുക. ഇതൊക്കെ ആയിരിക്കും അവർ പറഞ്ഞിരിക്കുന്നത്. ശരി, നിങ്ങളുടെ അന്ധനായ മകൻ ഞങ്ങൾ ഒരാളെ കാണിക്കാം, അവനാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അങ്ങനെ ഇവരെ അകത്ത് കൊണ്ടുപോയിട്ട് ഈ മകനെ കാണിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ നടക്കുന്ന സംഭവം. കാണിച്ചിട്ട് വെച്ച്, നിങ്ങളുടെ അന്ധനായ മകൻ ഇവൻ തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പം മാതാപിതാക്കൾ പറഞ്ഞു, ഞങ്ങളുടെ മകൻ ഇത് തന്നെയാണ് എന്ന് പറഞ്ഞു. എന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? സീരിയസ് അതിൻ്റെ ഈ ലെവൽ നോക്കിക്കോണം. എന്നിട്ട് ഇനി അടുത്തത് എന്താണ്? അവന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു, അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചു എന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവന്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മാതാപിതാക്കൾ പറഞ്ഞു, ഞങ്ങൾക്കറിയത്തില്ല. അയ്യോ എൻ്റെ ദൈവമേ, ഇവരെ എങ്ങനെ ഇവ കാണുന്നു എനിക്കറിയത്തില്ലെന്ന്. ഇവൻ ജന്മന അന്ധനാണ്, ഞങ്ങൾക്കതറിയാം, ഞങ്ങളാ വളർത്തിയത്. പക്ഷേ ഇപ്പോൾ ഇവൻ എങ്ങനെ കാണുന്നു എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതാണ് അവർ പറയുന്നത്. ന്യായമായ ഒരു കാര്യമാണ്. അവർക്ക് നല്ല പേടിയുണ്ട്. ഇവനെ അന്ധനായി ജനിച്ചതിൻ്റെ പേരിൽ ഇവർ മാതാപിതാക്കൾ ശരിക്കും വേദന തിന്നാണ് വളരുന്നത്, അന്ധനായി ജനിച്ചതിൻ്റെ പേരിൽ. അതിൻ്റെ കൂടെ ഇവർ ക്രോസ് വിസ്താരം കൂടെ ചെയ്ത് കണ്ടപ്പോഴത്തേക്ക് അവരാകെ പേടിച്ച് വിറച്ചു പോയി. നോക്കിക്കോണം, ഞാനിത് പറയുന്നതിൻ്റെ കാരണം ഒരു രോഗശാന്തി വരുത്തിയ വെന. ഇതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നു, ആ വീട്ടിലുള്ളവർ മാനസാന്തരപ്പെട്ടു, ഇപ്പോൾ ആ വീട് കലകമാണ്. ഉടനെ അടുത്ത ആൾ പറയുക, ഈ ഒരു കുഴപ്പമില്ലായിരുന്ന വീടാണ്, അവിടെ പ്രാർത്ഥന വന്നതിന് ശേഷം അവിടെ കലകമായത്. സമാധാനം പോയി. അതെന്താ? പ്രാർത്ഥന ഇഷ്ടമല്ലാത്ത കുടുംബനാഥൻ എന്നും ബഹളമാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനെതിരെ. കലകമായില്ലേ? കലകം വന്നില്ലേ? ഒരു പ്രാർത്ഥന നിമിത്തമല്ലേ കലകം വന്നത്? ആ വീട്ടുകാർ മൊത്തം എതിരായി എന്ന് പറയുന്ന കണക്ക് ഇവരെ യേശു ക്രിസ്തു രോഗശാന്തി ചെയ്തു. ഇപ്പം ആകെ പേഷണമായി. ഇപ്പം സഭാ കോടതി കയറി നിൽക്കേണ്ട അവസ്ഥ വന്നു. ഇതിനേക്കാളും നല്ലത് കണ്ണില്ലാതെ യാചന വെച്ച് വല്ല പൈസയും കിട്ടിയേനെ. ഇത് പൈസ ഇനി യാചിക്കാനും പറ്റത്തില്ല, പൈസയും കിട്ടത്തില്ല, ദാണ്ട കോടതിയിൽ നിൽക്കുക. ഒരു രോഗശാന്തി. ഇതാണ് കാരണം. അത് കഴിഞ്ഞപ്പോൾ ഇനി വായിച്ചോളുക. അത് അവനോട് തന്നെ ചോദിക്കും, അവന് പ്രായമായല്ലോ, തന്നെ കുറിച്ച് അവൻ തന്നെ പറയും. അവന്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കണ്ടോ, അവർക്ക് പേടിയായോ? മാതാപിതാക്കൾ പേടിച്ച് വിറച്ചിരിക്കുക. രോഗശാന്തിയിലും മാതാപിതാക്കൾക്ക് പോലും സന്തോഷമില്ല. യേശു ചെയ്ത രോഗശാന്തി ഇത്. ഇനി അടുത്ത തോട്ട് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒന്ന്, ഇവനെ കണ്ടോണ്ട് ഇവനെ വളരെ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇവൻ ചെന്നിട്ട് യേശുവേ ദാവീദിൻ്റെ പുത്ര, കണ്ണു കാണാൻ വയ്യ, എന്നെ ഒന്ന് സുഖപ്പെടുത്തു എന്നങ്ങനെ ഇവൻ പറഞ്ഞോ? ഇല്ല. ഈ കെണി ഒപ്പിച്ചു കൊടുത്തത് ആരാ? ശിശുമാർ കെണി ഒപ്പിച്ചു കൊടുത്തതാ. ഇവൻ അവിടെ ഇരുന്ന് വിജയായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവനാ യേശു ആരാ?
ആരാണെന്നൊന്നും ഇവനറിയത്തില്ല. അവ മര്യാദയ്ക്കിരുന്ന് ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നവനാണ്. യേശു ആരാണെന്ന് പോലും ഇവനറിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്നപ്പോൾ സമയത്ത് ശിഷ്യന്മാർ പറഞ്ഞു, ഇത് ആരുടെ പാപനിമിത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പതുക്കെ തുടങ്ങിയതാണ്. ആ തുടങ്ങിയ ചർച്ച എന്തിൽ കൊണ്ടെത്തിച്ചു? രോഗശാന്തി കൊണ്ടെത്തിച്ചു. വെറുതെ ഇരുന്നവന് എന്ത് കിട്ടി? രോഗശാന്തി കിട്ടി. ഇപ്പോൾ ആശാൻ എവിടെ പോയി നിൽക്കുക? സഭാ കോടതിയിൽ പോയി നിൽക്കുക. ഇതൊക്കെ പിടി കിട്ടിയോ? വെറുതെ ഇരുന്നവനവൻ, ഒരു കുഴപ്പമില്ല. ഈ കൂടെ നടന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരെ ഒപ്പിച്ചു കൊടുത്ത പണിയായത്. എന്നിട്ട് രോഗശാന്തി ചെയ്ത കർത്താവും ശിഷ്യന്മാരും അടുത്തടുത്ത് രോഗശാന്തിക്ക് പോയിക്കിരിക്കുക. ഹല്ലേലൂയ. സാബത്ത് ദിവസം അവർ വെറുതെ ഇരിക്കത്തില്ല. അവർ പരിസയന്മാരുടെ കലി മൊത്തം കേട്ടാലും ശരി, ജനത്തിന് വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുക. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ തോട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നിങ്ങളിത് മനസ്സിലാക്കുന്നത് എന്താ? നിങ്ങളുടെ ശുശ്രൂഷയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ബഹളങ്ങളും തെറിവിളിയും ചീത്തവിളിയും ഫോണിൽ വിളിച്ച് വഴക്ക് പറച്ചിലും ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ സംഭവം ഓർക്കണം. ഹല്ലേലൂയ. ഈ സംഭവം ഓർക്കണം. യേശു ഇത് അനുഭവിച്ചതാ. രോഗശാന്തി കിട്ടിയവർ ഇത് അനുഭവിച്ചതാ. രോഗശാന്തി കിട്ടിയവരുടെ കുടുംബം പോലും സഭാ കോടതിയിൽ പോയി തലകുനിച്ച് നിൽക്കേണ്ടതായിട്ട് വന്നു. വെറുതെ വന്നവനും രോഗശാന്തി കിട്ടും. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടില്ലേ, സൂമിൽ മുഴ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. വെറുതെ നിന്ന് നമ്മൾ വിചാരിച്ചു വേറെ ആർക്ക് കുഞ്ഞുങ്ങളുടെയൊക്കെ ആയിരിക്കും മാറിയെന്ന് വിചാരിച്ചു. നോക്കി കാണാം, തേങ്ങയുടെ അത്രയുള്ള ഒരു മുഴയും കർത്താവ് എടുത്ത് മാറ്റി. നിങ്ങൾ പറഞ്ഞു മനസ്സിലായി. കർത്താവിന് ഇപ്പോഴും ആ കലാപരിപാടിയുണ്ട്. വെറുതെ നിൽക്കുന്നതിൻ്റെ അടുത്തൂടെ പോവുക, രോഗശാന്തി ചെയ്യുക. പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കൊന്നുമല്ല കൊടുക്കുന്നത്. ഇപ്പോഴും ഈ പരിപാടിയുണ്ട്. ശിഷ്യന്മാരാരെങ്കിലും ഇളക്കി കൊടുത്താൽ മതി, കർത്താവ് ചെയ്തോളും. ഹല്ലേലൂയ. നിങ്ങൾക്ക് രോഗശാന്തി കിട്ടണമെങ്കിൽ ഇളക്കി കൊടുത്താൽ മതി, രോഗശാന്തി കറക്റ്റ് കിട്ടും. നിങ്ങളൊന്ന് ഇളക്കി കൊടുത്തു നോക്ക്, രോഗശാന്തി കിട്ടും. ഈ കർത്താവിൻ്റെ ഇതാ പരിപാടി. ഈ കർത്താവിനെ വെറുതെ ഇളക്കി, അത് ഡോക്ടറും കൊണ്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ കർത്താവ് പ്രവൃത്തി കൊണ്ട് ഡോക്ടറും ക്ലിയറാക്കി കൊടുത്തു. ഈ പാവം പോയി സഭാ കോടതിയിൽ നിൽക്കുക. വെറുതെ കടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന അവൻ്റെ അപ്പനും അമ്മയും വടിയും പിടിച്ചുകൊണ്ട് അവിടെ പോയി നിൽക്കുക. ഇവരുടെ ഈ തൊപ്പിയും ഈ ചെങ്കോലും ഈ രൂക്ഷമായ നോട്ടവും കണ്ടിട്ട് പറഞ്ഞ് പ്രായപൂർത്തിയായി എല്ലാം അങ്ങോട്ട് ചോദിച്ചോളാൻ പറഞ്ഞു. സകലതും. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അപ്പം കർത്താവും ശിഷ്യന്മാരും അവിടെ പോയി അടുത്താളെ അന്വേഷിച്ച് പോയിരിക്കുക രോഗശാന്തി ചെയ്യാൻ. മനസ്സിലായോ? ഈ ശുശ്രൂഷ വരം അല്ലേ നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടത്? ആണോ അല്ലയോ? എല്ലാവരെയും സെറ്റിൽമെൻ്റ് ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ടുള്ള ശുശ്രൂഷാപരമാണോ നമ്മൾ പ്രാപിക്കേണ്ടത്? ദൈവം കൽപ്പിക്കുന്നത് ചെയ്തുകൊണ്ട് പോകണം. ഓ സ്തോത്ര. ഹല്ലെ. ദൈവം എന്ത് കൽപ്പിക്കുന്നോ അത് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ശുശ്രൂഷ വരദാനം പ്രാപിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രവർത്തിക്കുന്നു, നിങ്ങൾ പ്രവർത്തിക്കണം. ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നവനാണ്, നിങ്ങൾ എപ്പോഴും പ്രവർത്തിക്കണം. അതായത് പണ്ട് ഞാൻ ഈ കുടിലിൽ കിടക്കുന്ന സമയത്ത് ഒരു പണക്കാരൻ്റെ വീട്ടിൽ എന്നെ വയനാട് പുള്ളി കൊണ്ടുപോയിട്ട് പറഞ്ഞു, ബ്രദർ അത്യാവശ്യം പറയണം, ഞങ്ങൾ തകർന്ന് നിൽക്കുക ബ്രദർ. അപ്പോൾ പള്ളിയിൽ അച്ഛൻ പറഞ്ഞ ബ്രദറിന്ന് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അയാളുടെ കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം അയാൾക്ക് ഒരു വീട്, ആ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു വീട്, പിന്നെ നല്ലൊരു വീട്. പുള്ളി എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറയുക, ഈ വീട് ഇടിച്ച് പൊളിച്ചിട്ട് എനിക്ക് പുതിയൊരു വീട് പണിയണം എന്ന് പറയുക. അപ്പം ഞാൻ കുടിലിൽ കിടക്കുന്ന എൻ്റെ അവസ്ഥ കണ്ട് ഞാൻ കണ്ണ് തള്ളിപ്പോയി. ദൈവമേ, ഇതിൻ്റെ ഒരു റൂമിൻ്റെ അത്രയും പോലും ഇല്ല അന്ന് എൻ്റെ വീട്. ഹല്ലേലൂയ. എൻ്റെ അടുത്ത് പറയുക, പ്രാർത്ഥിക്കാനെന്ന്. ബ്രദർ ഒന്ന് പ്രാർത്ഥിയിര്. എനിക്ക് അങ്ങേരത് പറയാൻ പറ്റുമോ ഞാൻ കുടിലിലാണ് കിടക്കുന്നതെന്നുള്ളത്? ഹല്ലേലൂയ. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു പ്രശ്നം നമ്മുടെ ഇടയിലുണ്ട്. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ അവസ്ഥകളെ നോക്കിക്കൊണ്ട് മറ്റൊരാളെ വീക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്, അല്ലേ? ആ രീതി യേശുവിനില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അയാളുടെ കൾച്ചർ അനുസരിച്ചിട്ടാണ് അയാൾ പറഞ്ഞത് എനിക്ക് പുതിയ വീട് വേണമെന്നത്. എൻ്റെ അവസ്ഥ മോശമായത് കാരണം ഞാൻ എൻ്റെ അവസ്ഥയിലൂടെ നോക്കാൻ പാടില്ല. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ, അല്ലേ? അതാണ് പറയാനാണ് ഞാൻ വന്നത്. പക്ഷേ എന്നെ നയിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നവനാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ഹല്ലേലൂയ. എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നവനാണ്. ആയതിനാൽ
ഞാനും പ്രവർത്തിക്കും. ഈ ഒരു മുദ്രാവാക്യം നിങ്ങളുടെ അകത്തുണ്ടാകണം. വെറുതെ ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുക. സ്തോത്രം. ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്താണ് 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവന്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദ തീരുമാനിച്ചിരുന്നു. കണ്ടോ, യേശുവിനെ അവരാണ് യഹൂദന്മാർ കാത്തിരുന്ന ക്രിസ്തു എന്ന് പറഞ്ഞാൽ സിനഗോഗിൽ നിന്ന് പുറത്ത്. യേശുവിൻ്റെ കാലത്ത് തന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നവരുണ്ടായിരുന്നു. ഓർക്കണേ, യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ പറയുന്ന അവസ്ഥ. യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്നു. ആ സമയത്തും പലരും രോഗശാന്തി കിട്ടിയാലും അവർ യേശുവിനെ ഏറ്റുപറയാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആദരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നതാണ് വിശ്വാസം. അവിടെ ശവക്കോട്ട നഷ്ടപ്പെടും, പള്ളി നഷ്ടപ്പെടും. നോ, ഹൃദയം കൊണ്ട് വിശ്വസിച്ചത് ആദരം കൊണ്ട് ഏറ്റു പറയണം. ഇതാണ് പൗലോസ് പറഞ്ഞത്. പൗലോസ് അത് ചെയ്തു. അതാണ് അത് അതിൻ്റെ കാരണം. അതാ തുറന്ന് വായിക്കുമ്പം, അതുകൊണ്ടാണ് അവന്റെ മാതാപിതാക്കന്മാർ അവന് പ്രായമായല്ലോ, അവനോട് തന്നെ ചോദിക്കും എന്ന് പറഞ്ഞത്. അന്ധനായിരുന്ന അവനെ യഹൂദർ വീണ്ടും വിളിച്ച് അവനോട് പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യർ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. അവൻ പറഞ്ഞു, അവൻ പാപിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. ഫരിസേയന്മാർ യേശുവിനെ പാപി എന്ന് വിളിക്കുമ്പോൾ രോഗശാന്തി കിട്ടിയവൻ യേശു പാപിയാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അവൻ പ്രവർത്തിക്കുന്നവനാണ്. ദൈവത്തിന്റെ ശക്തി അവൻ്റെ അകത്തുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി അവൻ എൻ്റെ മേൽ അയച്ചോ. മാതാപിതാക്കൾ യഹൂദന്മാരെ ഭയന്ന് അവർ കൈയൊഴിയുമ്പോൾ അനുഭവം കിട്ടിയവൻ തൻ്റെ ഇടത്തോടെ യേശുവിനെ തള്ളി പറയാതെ അവരുടെ മുഖത്ത് നോക്കി സ്ട്രോങ് ആയി നിൽക്കുന്നവനെ നമുക്ക് കാണാൻ സാധിക്കുവാണ്. ഇവനിൽ ഒരു വരവുണ്ട്, അതാണ് അവനെ ദൈവം തൊട്ടത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ദൈവം ഇവനെ അങ്ങോട്ട് ചെന്ന് തൊട്ടത്. അങ്ങോട്ട് തൊട്ടപ്പോൾ ദൈവം അവന് ഇങ്ങനെ ഒരു അവസ്ഥ അവന് കൊടുത്തു. അവൻ സഭയുടെ കോടതിയുടെ മുമ്പാകെ നിന്നതും എല്ലാം യേശുവിനറിയാം. അവനിൽ ഒരു വരമുണ്ട്, തള്ളി പറയാത്ത വിധ ഉജ്ജ്വലനായി നിൽക്കുന്ന ഒരു വരം അവൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാ പറഞ്ഞ, ഇവൻ ഇങ്ങനെ ആയത് ദൈവത്തിന്റെ പ്രവർത്തികൾ നടക്കാനാ. ഈ ദേശത്ത് ശക്തിയേറിയ വരപ്രാപ്തനായ ഒരുവനെ ദൈവത്തിന് വേണം. അതിനിങ്ങനെയുള്ളവനെ തന്നെ തെരഞ്ഞെടുത്തു. ദൈവം അങ്ങനെ സൃഷ്ടിച്ചതല്ല, അങ്ങനെ അവനെ ആക്കിയതാണ്. സാത്താനാക്കിയതാണ്, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ കെട്ടുകളാക്കിയതാണ്. പക്ഷെ ദൈവം അവനെ കാണുന്നത് ജ്വലിക്കുന്ന പവറുള്ള നാവായ ഒരു സത്യസന്ധനെ ദൈവം അവനിൽ കണ്ടു. നമ്മളിൽ ഓരോരുത്തവരെ തൊടുന്നത് ഈ കാഴ്ചയിലൂടെ നോക്കുമ്പോൾ നമ്മുടെ അകത്ത് എന്തെങ്കിലും ഒരു വിത്തുണ്ടെങ്കിൽ ദൈവം നമ്മളെ അങ്ങനെ തൊടത്തോള്. ദൈവം നമ്മളെ നോക്കുമ്പോൾ ഒരു വിത്ത് നിന്നിൽ ജ്വലിച്ചിട്ടില്ലെങ്കിൽ ഒഴിഞ്ഞു മാറ്റുക, കളഞ്ഞേക്കുക. യേശുവേ ആരാധന. ഹല്ലേലൂയ. അപ്പൊ ഇനി തുടർന്ന് വായിക്കുമ്പം, അവൻ ചോദിച്ചു, അവർ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? എങ്ങനെയാണ് അവൻ നിന്റെ കണ്ണുകൾ തുറന്നത്? അവൻ മറുപടി പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ. വീണ്ടും വീണ്ടും ചോദിക്കുക, എന്താ ചെയ്തത്? കാരണം അന്ന് ഇത്രയും മെഡിക്കൽ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. ഇന്നാണെങ്കിൽ ഇവന്മാർ പറഞ്ഞേനെ, നമ്മുടെ തിരുവനന്തപുരം കണ്ണാശുപത്രി പോയി എന്തോ കാണിച്ചു കൂട്ടിയിട്ട് വന്നിട്ട് കള്ളം പറയുവാണ് എന്ന് പറഞ്ഞേനെ. അന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനൊന്നും പറയാനായിട്ടുള്ള ഒരു വകുപ്പില്ലാത്തത് കാരണം പിന്നെയും ചോദിക്കുക, ഇത് എങ്ങനെയാടാ ചെയ്തത്, സത്യം പറയടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുക. കാരണം അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വായിച്ചോളുക. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളും അവന്റെ ശിഷ്യനാകുവാൻ ഇച്ഛിക്കുന്നുവോ? അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീയാണ് അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. ദൈവം മോശയോട് സംസാരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവൻ മറുപടി പറഞ്ഞു, ഇത് വിചിത്രമായിരിക്കുന്നു, അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല, എന്നാൽ അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം, എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. അന്ധനായി പിറന്ന അപ്പോൾ
അന്ധൻ പരിസയൻ്റെ ഡോക്ടറിനെതിരെ അങ്ങ് അടിയങ്ങ് തുടങ്ങി. മൊത്തം ഡോക്ടറിനെയാണ്. ഡോക്ടറിൻ എന്ന് പറയുന്നത് പരിസയൻ്റെ ഡോക്ടറിൻ എന്ന് പറഞ്ഞാൽ വലിച്ച കീറുക അന്ധൻ. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. അവിടുന്ന് അവൻ്റെ നേരെ ചെവിയടയ്ക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം. അതിൽ നിന്നൊക്കെ ഇവന്മാര് എടുത്ത് എഴുതി ഭയങ്കരമായി പാപി എന്ത് കരഞ്ഞാലും കേൾക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്ടറിനെതിരെ അന്ധൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. നോക്കിക്കോണേ, ഇവന് കണ്ണിന് കാഴ്ച കിട്ടിയതേ ഇവനങ്ങ് സുവിശേഷം പ്രസംഗം തുടങ്ങി. ഹല്ലേലൂയ. അന്ധൻ അവരെ പഠിപ്പിക്കുവാണ്. എന്തോ അവരെ പഠിപ്പിക്കാൻ തുടങ്ങിയെന്നറിയോ? പാപിയാണെങ്കിലും അവൻ നന്മ പ്രവർത്തികൾ ചെയ്താൽ, സ്തോത്രം, ഹല്ലേലൂയ, ആ ദൈവത്തെ അവൻ ആരാധിക്കണം. പാപിയാണെങ്കിൽ പോട്ട് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നവനാണ്. യേശുവിനെ കുറിച്ചാണെങ്കിലും അന്ധനെ കുറിച്ചാണെങ്കിലും അവനൊരു കമൻറ്റ് പറയുവാണ്. ദൈവത്തെ പാപിയായിക്കൊള്ളട്ടെ, പക്ഷെ അവർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്താൽ ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കും. അതും വചനമുണ്ട്. അതും മോശയുടെ നിയമത്തിലെ വചനം വെച്ചാണ് ഈ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വചനം സംസാരിച്ചപ്പോൾ ഇവരുടെ ഉത്തരം മുട്ടിപ്പോയി. ഉത്തരം മുട്ടിക്കഴിഞ്ഞപ്പോൾ ഫരിസേയന് ദേഷ്യമായി. ഉടനെ അവൻ പറയുന്ന വാക്കാണ് 32-ാമത്തെ വാക്യം. അന്ധനായി പിറന്നൊരു മനുഷ്യന്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ? അവർ അവനെ പുറത്താക്കി. അവനെ പുറത്താക്കി. ഇവൻ 2 ഡയലോഗ് കൊടുത്തപ്പോൾ പറഞ്ഞ് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. വേണ്ട, സിനഗോഗിൽ കയറിപ്പോരെന്ന് പറഞ്ഞു. സിനഗോഗിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കി, സീലും വെച്ചു. ഇനി ഇവനെ എവിടെ കയറ്റരുത്. നോക്കിയേ, ഒരു രോഗശാന്തിക്ക് അവൻ പുറത്തായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയ്ക്ക് പോയി എൻ്റെ കുടുംബം നശിച്ചു, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരില്ലേ നമ്മുടെ ഇടയിൽ വരുമല്ലോ. പക്ഷെ ഓർക്കണം, വിശ്വാസ ജീവിതവുമായി അവർക്കൊന്നും ഒരു ബന്ധവുമില്ല. വിശ്വാസ ജീവിതത്തിൽ ചിലപ്പോൾ പുറത്താക്കപ്പെട്ട് ഇരിക്കും. വിശ്വാസ ജീവിതത്തിൽ ചിലപ്പോൾ സഹനങ്ങളുണ്ടാവും, കഷ്ടതകളുണ്ടാവും. ഇതെല്ലാം വിശ്വാസ ജീവിതത്തിലുണ്ടാവും. ഇതൊക്കെ ബൈബിളിൽ ചരിത്രങ്ങൾ എഴുതി വച്ചിരിക്കുക. അവർക്ക് സിനഗോഗ് നഷ്ടപ്പെട്ടവന് ഇനി അവന് പള്ളിയിൽ അടക്കം കിട്ടത്തില്ല, വിവാഹം നടക്കത്തില്ല, ജൂതന്മാരിലായ ഒരാളെപ്പോലും അവന് കെട്ടാൻ പറ്റത്തില്ല. മൊത്തവും പോയി കിട്ടി, ടോട്ടൽ ഔട്ടായി. യേശു ആരാധന, യേശു ആരാധന. നിങ്ങളിനി പറ, അവൻ അന്നത്തെ രാത്രി കിടന്ന് ഉറങ്ങുമോ? ഇനി അവന് ഫാമിലിയില്ല, ഫാമിലിക്ക് ഇനി ഒന്നും പോകാൻ പറ്റത്തില്ല. യഹൂദ പെൺകുട്ടിയെ കെട്ടാൻ പറ്റത്തില്ല, പിന്നെ അടക്കം കിട്ടത്തില്ല, പള്ളിയിൽ ആ ഏരിയയിൽ അടക്കാൻ സമ്മതിക്കത്തില്ല. അവൻ പുറമ്പോക്കിൽ എവിടെയെങ്കിലും പോയി അടന്നോണം. പക്ഷേ ക്രിസ്തുവിനെ പ്രതി പുറമ്പോക്കിൽ അടക്കം കിട്ടിയവൻ, ക്രിസ്തുവിനെ പ്രതി ജൂത സമുദായത്തിൽ നിന്ന് ഒരു പെണ്ണ് പോലും കിട്ടാതെ അവൻ ആയിരിക്കുന്നവൻ ഒറ്റ രോഗശാന്തിയെ ഈ സഹനങ്ങളെല്ലാം ഉണ്ടായിട്ടും ക്രിസ്തു പാപിയാണെന്ന് പറയുവാൻ ഈ അന്ധൻ ഒരിക്കലും തയ്യാറായില്ല. അന്ധൻ ഒരിക്കലും തയ്യാറല്ല, സ്ട്രോങ് ആയി നിന്നു. ഹല്ലേലൂയ. ഈ സ്ട്രോങ് പവറാണ് നിങ്ങളുടെ അകത്തേക്ക് വരേണ്ടത്. അന്ധൻ്റെ അകത്ത് വ്യാപരിച്ച ആത്മീയ പവർ നിങ്ങളുടെ അകത്തേക്ക് വരണം. സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു പവർ നിങ്ങളുടെ അകത്ത് കത്തണം. യേശുവിൻ്റെ നാമത്തിൽ അത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അന്ധനെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ട് പോലും അവൻ്റെ മുഖം താഴുകയോ തല കുനിക്കുകയോ ചെയ്തില്ല. യേശുവിൽ അവൻ വിശ്വസിച്ചു. ആ ഒരു ശക്തി നമ്മുടെ അകത്തേക്ക് വ്യാപരിക്കണം. ഹല്ലേലൂയ. 35-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവർ അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? ഉടനെ നീ ഇത്രയും എനിക്ക് വേണ്ടി സംസാരിച്ചത് കാരണമാ ഉടനെ ചോദിക്കാം, നീ ഇത്രയും മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ? അവനോട് ചോദിക്കുവാണ്. യേശു പിന്നെ അങ്ങോട്ട് കടന്നു വരിക. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം. അടുത്ത തോട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. യേശുവിനെ പ്രതി ഒരു സഹനം നീ സ്വീകരിച്ചാൽ നീ അങ്ങോട്ട് പോകണ്ട, യേശു നിന്റെ അടുത്തേക്ക് വന്നേക്കും. യേശുവിനെ പ്രതി ഒരു സഹനം സ്വീകരിച്ചാൽ ദൈവവേദന നിന്റെ അടുത്ത് വന്നിട്ട് നീ വിശ്വസിക്കുന്നു. ഒറ്റ ചോദ്യമാ. ഹല്ലേലൂയ. തുറന്നു വരുമ്പോൾ അവൻ ചോദിച്ചു, കർത്താവേ,
ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവൻ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തിരികെയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ആമേൻ, ഹല്ലേലൂയ. കാഴ്ചയുള്ളവൻ അന്ധനായി തീരാ, വചനം അറിയാവുന്നവൻ അന്ധനായി തീരാ, വചനം പഠിച്ചവരിൽ വിശ്വാസം നഷ്ടപ്പെടുക, വചനം പഠിച്ചവർ ആത്മീയതയിൽ നിന്ന് പുറത്താക്കപ്പെടുക, വചനമില്ലാത്ത ഇരുട്ടിൽ കിടക്കുന്നവർ വെളിച്ചത്തിലേക്ക് വരിക. ഇതിന്റെ പേരത്ര ന്യായവിധി, ഇതിന്റെ പേരത്ര ന്യായവിധി. വചനം അറിയാവുന്ന സഭാ നേതാക്കന്മാരെല്ലാം അന്യാരാധന ചെയ്ത് അന്യാരാധന കുർബാന പോലെ നടത്തി അന്ധരായി തീരുമ്പോൾ സാധാ ജനങ്ങൾ വെളിച്ചത്തിലേക്ക് വരികയാണ്, സാധാ ജനങ്ങൾ യേശുവിലേക്ക് വരികയാണ്. ഇതും ന്യായവിധിയുടെ ദിവസമാണ്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഹല്ലേലൂയ. ഉടനെ അവന്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസേയർ ഇത് കേട്ട് അവനോട് ചോദിച്ചു, അപ്പോൾ ഞങ്ങളും അന്ധരാണോ? യേശു അവരോട് പറഞ്ഞു, അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല, എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. ഹല്ലേലൂയ. ഇവിടെയാണ് യേശുവിൻ്റെ അവസാനത്തെ ഈ അദ്ദേഹത്തിലെ വാക്കിൻ്റെ അകത്ത് കാര്യം കിടപ്പുണ്ട്. അന്ധനിൽ പാപമില്ലെന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ കറക്റ്റ് ഉത്തരം അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, 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 സ്തുതി. യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, ഹല്ലേലൂയ, സ്തുതി. യേശുവേ ആരാധന, യേശുവേ സ്തുതി. ദൈവത്തിൻ്റെ ആത്മാവേ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ശക്തിയെ അങ്ങേ സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തോട് അന്ധനായി നിങ്ങളും യേശുക്രിസ്തു സൗഖ്യദാതാവായി യേശുക്രിസ്തു നിൽക്കുന്നു. നിങ്ങൾ അന്ധനാണെങ്കിലും നിങ്ങളിൽ സമൂഹം മുഴുവൻ നിങ്ങളെ പാപി എന്ന് മുദ്ര കുത്തുന്നു. നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹം മുഴുവൻ നിങ്ങളെ മുദ്ര കുത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണമേ, നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. യേശു നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളിൽ പാപം കാണുന്നില്ല, നിങ്ങളിൽ പാപം കാണുന്നില്ല. എന്താ കാരണം? നീ പാപിയായി ജനിച്ചാലും ശരി, നീ ദൈവത്തെ ആരാധിക്കുന്നവനാണ്, ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്നവനാണ്. നിനക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് നീ നിന്നെ തന്നെ ചിന്തിക്കുക. ക്വാളിറ്റി ഉണ്ടോ എന്ന് നീ നിന്നെ തന്നെ തിരിഞ്ഞു നോക്കുക, തിരിഞ്ഞു നോക്കുക, തിരിഞ്ഞു നോക്കുക. നിന്നിൽ ആ ക്വാളിറ്റി ഉണ്ടോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് കൃപാവരദാനങ്ങൾ പ്രാപിച്ചെടുക്കാം, കൃപാവരദാനങ്ങൾ പ്രാപിച്ചെടുക്കാം. യേശു നിങ്ങളുടെ അടുക്കിലേക്ക് വരട്ടെ, യേശു നിങ്ങളുടെ അടുക്കിലേക്ക് വരട്ടെ. യേശുവിനെ സ്വീകരിക്കുക, വെൽക്കം ചെയ്യുക, സഹനങ്ങളെ പറയുക, സഹനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇന്ന ഇന്ന സഹനങ്ങൾ ഞാൻ നിനക്കായി സഹിച്ചിട്ടുണ്ട്, ഇന്ന ഇന്ന വേദന അനുഭവിച്ചു, ഇത്ര പേർ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, എന്നെ ചിലർ ഇങ്ങനെ സംസാരിച്ചു. കർത്താവായ യേശുവേ സമർപ്പിക്കുന്നു, 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 സമർപ്പിക്കുന്നു. വരദാനമൊഴുകട്ടെ, 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 വരദാനമൊഴുകട്ടെ. യേശുവിനോട് പറയുക, യേശുവിൻ നിങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ പറയുക, നിങ്ങൾക്ക് സുവിശേഷത്തെ പ്രതി അനുഭവിച്ച കഷ്ടതകൾ, വേദനകൾ പറയുക, അപവാദങ്ങൾ പറയുക, നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളെ കുറിച്ച് സംസാരിക്കുക. യേശു പറയുന്നു, കാഴ്ചയുള്ളവർ അശുദ്ധരാണ്, കാഴ്ചയില്ലാത്ത നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. യേശു ആരാധന. ഈ സമയത്താണ് നിങ്ങൾ വിശ്വാസത്തിൻ്റെ ആരുടെ മുമ്പിലും യേശുവിനെ കുറിച്ച് സംസാരിക്കും എന്ന് പറയുന്ന ഒരു ശക്തിയാണ് പ്രാപിച്ചെടുക്കേണ്ടത്.
യേശു ആരാണെന്ന് അറിയാത്തവൻ പോലും ഒരു രോഗശാന്തി ചെയ്യണമെങ്കിൽ ദൈവപ്രവൃത്തി ഉള്ളവൻ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. ക്രിസ്തുവിന് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളെന്ന് അവന്റെ അകം മനസ്സിലാക്കിയെങ്കിൽ, ആര് പറഞ്ഞു കൊടുക്കാതെ, ശിഷ്യന്മാര് പറഞ്ഞു കൊടുക്കാതെ അവനെ മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ, പ്രിയരെ, നിനക്ക് രോഗശാന്തി കിട്ടിയിട്ടുണ്ടോ? നിനക്ക് അത്ഭുതം നടന്നിട്ടുണ്ടോ? നിനക്ക് വിടുതൽ ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്വീകരിക്കുക, ദൈവത്തെ സ്വീകരിക്കുക. കരഘോഷത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ശബ്ദമുയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശു നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആകണം. വരദാനം ഒഴുക്കിടുവാൻ നിന്റെ തിരുമുൻപിൽ അണയുന്നു ഞാൻ. നിന്നിൽ ഒന്നായി തീർന്നിടുവാൻ നിന്റെ ആത്മാവാൽ നിറയുന്നു ഞാൻ. നിന്റെ വരദാനം ഒഴുക്കിടുവാൻ നിന്റെ തിരുമുൻപിൽ അണയുന്നു ഞാൻ. യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ സ്നേഹമേ, യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ സ്നേഹമേ. ദൈവത്തെ സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കൃപാവരദാനങ്ങൾ നിറയട്ടെ. കൃപാവരദാനങ്ങളാൽ നിറയാൻ ക്രിസ്തുവിനോട് പറയുക, കൃപാവരദാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. കൃപാവരദാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. കൃപാവരദാനങ്ങളാൽ നിറയ്ക്കണമേ. കൃപാവരദാനങ്ങളാൽ നിറയ്ക്കണമേ. കൃപാവരദാനങ്ങളാൽ നിറയ്ക്കണമേ. കൃപ 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 വരദാന വരദാന. ഓ നിറയട്ടെ 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 നിറയട്ടെ. കൃപ 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 നൽകണമേ നൽകണമേ. ഞങ്ങളുടെ ശരീരത്തിലേക്ക് മനസ്സിലേക്ക് ഓ ദൈവീക കൃപ ഇറങ്ങട്ടെ. ജീസസ് 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 ജീസസ്. മോശയെ വിളിച്ച തീ ഇറങ്ങട്ടെ.
ആമേൻ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഓരോ മീറ്റിംഗ് കഴിയും തോറും നമ്മൾക്ക് ആത്മീയ ഗ്രോത്ത്, ആത്മീയ അവേക്കിംഗ് ഇതെല്ലാം നമ്മളിൽ ഉണ്ടാവണം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ അത് സംഭവിക്കണമെങ്കിൽ, സ്പിരിച്വൽ അവേക്കിംഗ് സംഭവിക്കണമെങ്കിൽ, ആത്മീയ ഉണർവ് നിങ്ങളിൽ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആരാധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, എവിടം വരെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മുമ്പിൽ വാചകം അടിച്ച് നിൽക്കുന്ന ഒരാളല്ല, നിങ്ങൾക്കറിയാം. അതായത് പ്രവർത്തിച്ച് കാണിച്ചു തരുന്ന കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കാറുള്ളത്. ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് പ്രവർത്തിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെ അത് സാധിക്കുന്നത്, എങ്ങനെ ചെയ്യാനായിട്ട് അത് പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് കഴിഞ്ഞ സൂമിൽ തന്നെ കണ്ടില്ലേ, ഓക്സിജൻ ഹാർട്ട് ബീറ്റ്സ് ഇടിച്ചിട്ട് തൽക്ഷണം കൊണ്ട് ഹാർട്ട് ബീറ്റ്സിനെ താഴേക്ക് കൊണ്ട് വരുത്തുന്ന ആ പവർ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അവർ തളർന്നവർക്ക് സംസാരിക്കാൻ പോലും വയ്യാതിരുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ എന്ത് ചുണയായിട്ടാണ് സംസാരിച്ചത്. സ്തോത്ര. ഹല്ലേലൂയ. മിനിറ്റ് കൊണ്ട് എങ്ങനെ ആ ഹാർട്ട് ലെവലാക്കി കൊടുത്തു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഹല്ലേലൂയ. ഈ പവർ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങളെ കൊണ്ടല്ല, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ 10 ഇരട്ടി ചെയ്യാൻ പറ്റും. സ്തോത്ര. ഹല്ലേലൂയ. അതുകൊണ്ട് ഭരണികളിൽ വെള്ളം നിറയ്ക്കുക എന്ന് യേശു പറഞ്ഞപ്പോൾ 6 വലിയ കൽഭരണികളിൽ വെള്ളം നിറച്ചു. യേശു ഓൺ ദ സ്പോട്ടിൽ പറയാണ്, ഇനി പകർന്നു കൊടുത്തോ എന്ന് പറയുമ്പോൾ ആ ഭരണിയിൽ വീണ വെള്ളത്തിന് പരിവർത്തനം, ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുകയാണ്. മിനിറ്റ് കൊണ്ട് സംഭവിക്കുന്ന ആ കൃപാവരദാന യേശു പറയാ, എന്നേക്കാൾ ശക്തമായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ ചെയ്ത ഈ പ്രവൃത്തിയേക്കാൾ ശക്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. ഇത് കള്ളൻ, അതായത് ക്രൂശിൽ കടന്ന കള്ളൻ വേദനയെടുത്ത് കിടക്കുമ്പോഴും യേശു ക്രിസ്തുവാണെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയാൻ കാണിച്ച ആത്മധൈര്യം. സഭാ കോടതിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴോ കണ്ണ് കണ്ട കുരുടൻ, ഹല്ലേലൂയ, കുരുടനായിരുന്നു, അവനിപ്പോൾ കാഴ്ചയുണ്ട്. ഹല്ലേലൂയ. അവൻ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു, യേശു പാപിയല്ല, പ്രവാചകനാണ്, അവൻ ദൈവവേലക്കാരനാണ് എന്ന് പറയുന്ന ആ വിശ്വാസം, അങ്ങനെയുള്ള പവർഫുള്ളായ വിശ്വാസം ഉള്ളവരുടെ അടുക്കൽ മാത്രം വരുന്നതാണ് കൃപ. അവരുടെ മേൽ വരുന്നതാണ് കൃപ. സഹനങ്ങൾ സഹിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവരുടെ മേൽ വരുന്നതാണ് കൃപ. മാതാവിന്റെ അവസാന നിമിഷം വരെയും ഞാൻ പറയുന്നു, യേശുവിന്റെ അമ്മയായ മറിയം മാതാവ് അവസാന നിമിഷം വരെ സഹനം സഹിച്ചു. അതുകൊണ്ട് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ. കൃപ ആർക്ക് വേണോ അവർ സഹനത്തിന് തയ്യാറാകണം. കൽഭരണിയിൽ വെള്ളം നിറയ്ക്കുക എന്ന് നിനക്കൊരു ശബ്ദമുണ്ടാകണമെങ്കിൽ, എന്ന് നിന്റെ കൈകൾ ചൂണ്ടണമെങ്കിൽ കൃപ വ്യാപരിക്കണം. സ്തോത്ര. കൃപ വ്യാപരിക്കണം. കൃപ വ്യാപരിച്ചാൽ നിനക്ക് പറയാൻ പറ്റും. കൃപ വ്യാപരിച്ചാൽ നിനക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ് നിന്റെ ഈ ശരീരത്തിലേക്ക് നീ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ ആബാപിതാവിന്റെ ചൈതന്യം നിന്റെ ശരീരത്തിലേക്ക് ലയിക്കുന്നത് നീ തിരിച്ചറിയണം. ആ തിരിച്ചറിയുമ്പോഴാണ് പുതപ്പ് വീഴുന്നത് തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിയുമ്പോൾ പിന്നെ ദൈവം നിന്നോട് സംസാരിച്ചോളൂ. നീ ആരോട് ചോദിക്കണ്ട, ദൈവം പറയുന്നത് പോലെ നീ പ്രവർത്തിക്കുക. നിങ്ങൾ ആരാധിക്കാൻ നിൽക്കുമ്പോൾ മുകളിൽ നിന്നൊരു വിൺ ശക്തി, മുകളിൽ ആബയുടെ ശരീരം, ആബയുടെ വചനം നിങ്ങളുടെ ശരീരത്തോടിങ്ങനെ ലയിക്കുന്നത്, ആ അനുഭവം നിങ്ങൾക്കുണ്ടാകുമ്പോൾ കൽഭരണിയിൽ വെള്ളം നിറയ്ക്ക എന്ന് പറയാനുള്ള ധൈര്യം നിന്റെ അകത്തുണ്ടാവും. അല്ലെങ്കിൽ പേടിക്കും, അല്ലെങ്കിൽ വിറയ്ക്കും നിന്ന് ഒരു വാക്ക് പോലും നീ പറയത്തില്ല. ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ നിനക്ക് ധൈര്യം കിട്ടത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഈ കൃപ വന്ന് ലയിക്കുന്നത് നീ അറിഞ്ഞിട്ടില്ല. ഒരുപാട് പരിശോധിക്കാൻ ആൾക്കാർ നിൽക്കുന്ന വേദിയാണ് സൂം എന്ന് പറയുന്നത്. അന്യ ആൾക്കാർ നിൽക്കുന്ന വേദിയിൽ പച്ചക്ക് നിന്നുകൊണ്ട് ദൂരെ നിൽക്കുന്നവർക്ക് രോഗശാന്തി കാണിക്കാൻ ചെയ്യുന്ന ആ ധൈര്യം, ഹല്ലേലൂയ, ആ ധൈര്യം ഇതുപോലെ ലഭിക്കുന്നതാ. കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാൻ പറയുന്ന ആ ധൈര്യമുണ്ടല്ലോ,
ആ ധൈര്യത്തിന്റെ ഇരട്ടി പങ്ക് നിങ്ങളുടെ മേലുണ്ട്. അകത്ത് കിടപ്പുണ്ട്. നിങ്ങളുടെ അകത്ത് കിടപ്പുണ്ട്. ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ അകത്തുണ്ട്. ഇനി ധൈര്യത്തിന്റെ ആത്മാവ് വന്നാൽ മതി, നിങ്ങൾക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റും. ഒന്ന് നോക്കിയേ, ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ ചെന്നിട്ട് ലാസറേ പുറത്തു വരിക, ജനങ്ങൾ കാണുക, വിളിച്ചു പറയുന്ന ആ ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യത്തിന്റെ പകർപ്പ് നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ആ ധൈര്യത്തിന്റെ പകർപ്പ് വ്യാപരിക്കുമ്പോഴാണ് ശക്തി ഉണ്ടാവുന്നത്. ധൈര്യത്തിന്റെ ആത്മാവ് വരട്ടെ. എന്തും ധൈര്യത്തോടുകൂടി ക്രിസ്തുവിൽ വിശ്വസിച്ച് പറയുവാൻ വെള്ളത്തിന്റെ ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുക. ഒരുവൻ കൽപ്പിക്കുന്നു, വെള്ളം മാറുകയാണ്, വീഞ്ഞായി മാറുകയാണ്. ഇത്രയും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഉന്നതത്തിലുള്ള ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ മെല്ലെ വന്ന് അകത്തേക്ക് പ്രവേശിച്ച് ആ ദൈവത്തിന്റെ ആബയുടെ ശരീരമായി നിങ്ങൾ മാറുന്നത്, ആ ട്രാൻസ്ഫർമേഷൻ നിങ്ങൾ തിരിച്ചറിയണം. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ശിഷ്യരായി തീർന്നു. നിങ്ങൾ അത്ഭുത പ്രവർത്തകരായി തീർന്നു. നിങ്ങൾ അത്ഭുത രോഗശാന്തി ശുശ്രൂഷകരായി മാറി. ഇവിടെ ഒരു രോഗി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, ആരെങ്കിലും രോഗിയുണ്ടോ? ക്രിസ്തുവിന്റെ പ്രവർത്തനം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആരെങ്കിലും ഒരു രോഗിയുണ്ടോ? ക്രിസ്തുവിന്റെ പ്രവർത്തനം കാണിച്ചു തരാം എന്ന് പറയുന്ന തരത്തില് നിങ്ങളുടെ ഒരു വാജ്ഞ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ടെംപ്റ്റേഷൻ നിങ്ങളുടെ അകത്തുണ്ടാവും. ഒരു എന്താണോ പറഞ്ഞ ഒരു ആഗ്രഹം നിങ്ങളുടെ അകത്തുണ്ടാവും. സ്തോത്ര, ഹല്ലേലൂയ. ഒരു പരിശോധന, ഒരു പരീക്ഷണം നിങ്ങളുടെ അകത്തുണ്ടാവും. എനിക്കൊരു പരീക്ഷണം വേണം. സ്തോത്രം, ഹല്ലേലൂയ. പരീക്ഷണത്തിനായി ഒരു വേദി അന്വേഷിക്കും നിങ്ങൾ. കൃപാവരം ഉണ്ടോ ഇല്ലയോ എന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി, അല്ലത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണം നിങ്ങൾക്കുണ്ടാകണം. സ്തോത്ര, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് വീഞ്ഞ് പകരാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് കൽഭരണിയിൽ വീഞ്ഞ് പകരാൻ പറഞ്ഞത്? കാരണം എന്താണെന്നറിയോ? അത് സംഭവിക്കുന്നതിൻ്റെ കാരണം യേശുവിൻ്റെ അകത്ത് താൻ ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ബോധ്യം കിടക്കുന്നത് കാരണമാണ്. അതാണ് അതിൻ്റെ ചാവി. ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ബോധ്യം യേശുവിൽ കിടക്കുന്നു. യേശു അതിനുശേഷം പോയി ആലയത്തെ ക്ലീൻ ആക്കുന്നുണ്ട്. അവിടെയുള്ള പ്രാവ് വിൽപ്പനക്കാരനെയും സകലരെ അടിച്ച് ലെവലാക്കുന്നു. അവർ ചോദ്യം ചെയ്യുമ്പം പറയുന്നു, ഈ ആലയം പൊളിക്കുവിൻ, 3 ദിവസം കൊണ്ട് ഞാൻ പണിത് തരാം. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് മനസ്സിലായി, യേശു പറഞ്ഞത് തൻ്റെ ശരീരത്തെക്കുറിച്ചാണ്, ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. ആ ചാവിയാണ്, ആ കൃപയാണ് യേശുവിന് വെള്ളം വീഞ്ഞാക്കാൻ സാധിച്ചത്. നിങ്ങളുടെ അകത്ത് പാപി എന്നുള്ള ചിന്ത ഉള്ളതിനേക്കാൾ കൂടുതൽ വേണ്ടത് നിങ്ങൾ ഒരാലയമാണ്. പിതാവ് അതിൻ്റെ അകത്തുണ്ട്. നീ കൈവച്ചാൽ പിതാവ് കൈവെക്കുന്നതിന് തുല്യമാ. നീ സംസാരിച്ചാൽ പിതാവ് സംസാരിക്കുന്നതിന് തുല്യമാ. ആ രീതിയിലുള്ള ഒരു വിശ്വാസ തീതിൻ്റെ അകത്ത് വ്യാപരിച്ചാൽ തണുത്ത് പ്രസംഗിക്കുന്ന രീതി മാറ്, തളർന്ന് പ്രസംഗിക്കുന്ന രീതി മാറ്, നിന്റെ നാവ് വെറുതെ നീ കൊടുക്കുന്ന രീതിയായി മാറ്. എല്ലാം ഇവിടുന്ന് ചെയ്യാം, എല്ലാം ഇവിടുന്ന് പ്രവർത്തിക്കുക. അപ്പോഴാണ് വിശുദ്ധി പൂർണ്ണമായും വ്യാപരിക്കുന്നത്. അപ്പോഴാണ് ദൈവത്തിൻ്റെ വിശുദ്ധി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവും. പാപത്തെക്കുറിച്ച് നിങ്ങൾ മറന്നു പോകും. പാപത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കാത്ത അവസ്ഥ അന്നേരമാണ് വരുന്നത്. നമുക്കെല്ലാവർക്കും അന്നേരമേ വരത്തുള്ളൂ. എന്നാൽ ദൈവ പ്രവൃത്തി നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് കാണുമ്പോൾ മറ്റെല്ലാം നമ്മൾ മറക്കാം. ഹല്ലേലൂയ. വേറാക്ക് ഇത് കൊടുക്കണമെന്നുള്ളൊരു ചിന്ത മാത്രം നമ്മളെ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആരാധിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് പിതാവിനെ ഇങ്ങനെ വലിച്ചു കയറ്റുന്ന ഒരു ഫീലിംഗ് പവർ നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്തുണ്ടാവണം. ദൈവപിതാവിനെ സ്വീകരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകണം. സീനായി മലയുടെ മേൽ തീ ഇറങ്ങി വന്നതുപോലെ, അതുപോലെ തന്നെ മഞ്ഞ് പെട്ടകത്തിൻ്റെ മുകളിൽ ഇറങ്ങി വന്നതുപോലെ, മേഘം
മേഘം നല്ല ചാഞ്ഞിറങ്ങി വന്നതുപോലെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ദൈവ സാന്നിധ്യം ഇങ്ങനെ ഇറങ്ങി അലിഞ്ഞു ചേരുമ്പോൾ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന പാപം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ശരീരത്തിലേക്ക് മഞ്ഞിറങ്ങി വരുന്നത് പോലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് നിന്നെ വേറെയാക്കി മാറ്റുക, നിന്നെ മറ്റൊരാളാക്കി മാറ്റുക, നിന്നെ വേറൊരു വ്യക്തിയാക്കി മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് അന്ധനെ സുഖപ്പെടുത്താൻ സാധിക്കും. ധൈര്യത്തോടെ പറയാം, കൊണ്ടുവാ എന്ന് പറയുന്ന ഒരു പവർ നിന്റെ അകത്ത് വ്യാപരിക്കും. ധൈര്യത്തോടെ പറയും, ഞാനല്ല, ദൈവപിതാവാണ് നയിക്കുന്നത്. നീ അറിയാതെ എങ്ങനെയാ അത് പറയുന്നത്? നീ അത് അനുഭവിക്കാതെ എങ്ങനെയാ പറയുന്നത്? നീ അനുഭവിച്ചല്ലേ അത് പറയാൻ പറ്റോ? പൗലോസ് അനുഭവിച്ചു. ഒരു 3 സ്വർഗത്തിന്റെ വിസിറ്റ് ദൈവം നിനക്ക് ഒരുക്കിയിട്ടുണ്ട്. പൗലോസിന് ഒരുക്കിയതുപോലെ ഒരു 3 സ്വർഗത്തിന്റെ വിസിറ്റ് ദൈവം നിനക്ക് ഒരുക്കുന്നുണ്ടെങ്കിലോ, നിനക്ക് കണ്ടിട്ട് വരാൻ, അത് സാക്ഷ്യപ്പെടുത്തുവാൻ ഒരു വിസിറ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഒരുക്കുന്നുണ്ടെങ്കിലോ, ഹല്ലേലൂയ. അത്രമാത്രം ഗിഫ്റ്റുകൾ ഇനി കിടക്കുകയാണ്. നമ്മൾ പ്രാപിച്ചെടുത്തിട്ടില്ല, നമ്മുടെ ഫാമിലി പ്രാപിച്ചെടുത്തിട്ടില്ല. ഇനിയും ഗിഫ്റ്റുകൾ കിടക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കാൻ ഗിഫ്റ്റുകൾ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ നാവ് വിശുദ്ധമുള്ളതായിരിക്കണം. നിങ്ങളുടെ നാവ് അതും ഇതും പറഞ്ഞു നടക്കുന്നതാകരുത്. നിങ്ങളുടെ നാവിൽ, നിങ്ങളുടെ ചിന്തയിൽ കെറിവുണ്ടാകരുത്, വൈരാഗ്യമുണ്ടാകരുത്. നിർമ്മലമായതാണെങ്കിൽ അത്ഭുതം നടക്കും. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഒരു ധ്യാനത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഞാൻ ആത്മാവിനെ കണക്ട് ചെയ്യാൻ നിന്നെ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആത്മാവിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശുശ്രൂഷ ദൈവം പഠിപ്പിച്ചു തരികയാണ്. അത് തുറന്ന് വെളിപ്പെടുത്താനൊന്നും പറ്റത്തില്ല. അപ്പോൾ അത് ഇങ്ങനെ പഠിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൂരെ നിന്നുകൊണ്ട്, നമ്മൾ സ്റ്റേജിൽ നിന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ കണക്ട് ചെയ്ത് നമുക്ക് ഫ്രണ്ടിൽ കൊണ്ട് വരുത്താനായിട്ട് പറ്റും. ഹല്ലേലൂയ, വരുത്താൻ പറ്റും. വന്ന ആളോടെല്ലാം ഞാൻ ചോദിച്ചവൻ പറഞ്ഞു, ഒരു ശക്തി വന്നിട്ട് ഞങ്ങളുടെ ബോഡി പിടിച്ച് വലിച്ചു. ആ ശക്തിയാണ് ഞങ്ങളെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നത്. ഇതൊരു കൃപാവരവാണ്. സ്തോത്ര, ഹല്ലേലൂയ. ഒരു ശക്തി വന്നിട്ട് ഞങ്ങളെ കണക്ട് ചെയ്ത് ഞങ്ങളെ വലിക്കുന്നുണ്ടായിരുന്നു. ആ വലിച്ചതാണ് ഞങ്ങൾ സ്റ്റേജ്. പിന്നെ ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. കൃപാവരദാനങ്ങളിൽ നമ്മളറിയാത്ത ഒരുപാട് ഗിഫ്റ്റുണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ. നമുക്കത് കണ്ടതോ കേട്ടതോ അല്ല. നമ്മളാകെ കണ്ടിട്ടുള്ളത് ചില കൺവെൻഷനിലും ധ്യാനകേന്ദ്രത്തിലുള്ള ദർശനങ്ങളും പ്രവചനങ്ങളെ കണ്ടിട്ടുള്ളൂ. അതൊന്നുമല്ല, ഗിഫ്റ്റ് വേറെ കിടപ്പുണ്ട്. അത് പ്രാപിച്ചെടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ദൈവപിതാവിനെ ലയിക്കുന്ന അനുഭവം നിങ്ങളുടെ ബോഡിയിലുണ്ടാകണം. അത് നിങ്ങളുടെ ബോഡിയിൽ സംഭവിച്ചാൽ മാത്രമേ അത് പ്രാപിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് നിങ്ങൾ അനുഭവിച്ചറിയണം. അനുഭവിച്ചറിഞ്ഞ് നിങ്ങൾക്ക് സാക്ഷ്യമുണ്ടാകണം. എന്നിൽ ദൈവമുണ്ട് എന്ന് വാക്കാലല്ല, സാക്ഷ്യത്തിലുണ്ടാവണം. ഹല്ലേലൂയ, സ്തുതിക്കുക, യേശു ആരാധന. ഞാൻ നിങ്ങളത് പറയാം, ബെന്നിഹിന് ഒരു ആത്മാവ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിറഞ്ഞിട്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ നേരിട്ട് കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരിട്ട് ബെന്നിഹിൻ്റെ മീറ്റിങ്ങിന് സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. ബെന്നിഹിൻ്റെ മീറ്റിങ്ങിൽ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേജിലോട്ട് കയറിക്കഴിഞ്ഞാൽ ആത്മാവ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് പിന്നെ അദ്ദേഹമല്ല, പിന്നെ ആത്മാവ്, പരിശുദ്ധാത്മാവാണ് കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ ലൈവായി നേരിട്ട് കണ്ട ആളാണ് എന്ന നിലയിലാണ് ഞാനിത് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളാണ് പിന്നങ്ങോട്ട്. ഹല്ലേലൂയ. ഇദ്ദേഹം ഇത്രയും കൺട്രോൾ, അതായത് ആരെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ തെറിച്ച് ചെന്ന് വീഴും. അപ്പോൾ എല്ലാവരും, ഞങ്ങൾ ആദ്യകാലങ്ങളിൽ പലരും പറഞ്ഞു അത് സൈക്കോളജിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാനും അന്നേരം സൈക്കോളജി ആയിരിക്കുമോ, മനുഷ്യൻ ചുമ്മാ ചിലവർ വീഴുന്നില്ല, ചിലവർ വീഴുന്നു, അത് കാരണം സൈക്കോളജി ആകുമോ എന്നൊക്കെ എൻ്റെ ഉള്ളിലും സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ അടുത്തേക്ക് ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. പുള്ളി അടുത്തോട്ട് കൊണ്ടുപോകുമ്പോഴേ അയ്യോ എന്ന് വിളിച്ചാണ് ജനങ്ങൾ തറയിൽ വീണുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ശക്തി. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററി വായിക്കാനായിട്ട് ഇടയായി. അപ്പോൾ ഞാൻ ആ ബുക്ക് പോയി മേടിച്ചു, അത് വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത്, ഇദ്ദേഹം എത്രയോ ദിവസങ്ങൾ ഇദ്ദേഹത്തിന് ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടായി, കാലയിൽ നിന്ന് ഒരു പെരുപ്പ് കയറുന്നു. ആത്മാവിൻ്റെ സാന്നിധ്യം ഇദ്ദേഹത്തിനുണ്ടായി. ഇദ്ദേഹം തിരിച്ചറിഞ്ഞു ദൈവാത്മാവ് താനുമായി, തൻ്റെ ബോഡിയുമായി ലയിക്കുന്നത് ബെന്നിഹിൻ തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിഞ്ഞ സമയം മുതൽ ഇദ്ദേഹത്തിന്
കോളേജിൽ പോയി പഠിത്തം കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരും, നേരെ 2ാം നിലയിൽ കയറി റൂം അടയ്ക്കും, ഇരുന്ന് പ്രാർത്ഥനയാണ്. കാരണം ദൈവവുമായി സംസാരിക്കാൻ ഒരു ഇഷ്ടം തോന്നി. അത് കറക്റ്റാണ്, തിയോളജിപരമായി കറക്റ്റാണ്. കാരണം മോശ ദൈവത്തെ കണ്ടതിന് ശേഷം ദൈവത്തിൻ്റെ കൂടെ സ്ഥിരമായിരിക്കാൻ മോശ കടന്ന് കൊതിച്ചിരുന്നു. സ്തോത്ര, ഹല്ലേലൂയ. ആരൊക്കെ ദൈവത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ ദർശനം കിട്ടിയോ അവരൊക്കെ ദൈവത്തിൽ നിന്ന് അകലാതെ നിന്നവരാണ് അവരെല്ലാം. യാക്കോബ് ദൈവത്തിൻ്റെ ദർശനം കിട്ടിയിട്ട് ലാബാൻ അന്യ ആരാധകനായിട്ട് പോലും ലാബാൻ്റെ ദൈവത്തെ വണങ്ങാഞ്ഞവനായിരുന്നു യാക്കോബ്. സ്തോത്ര, ഹല്ലേലൂയ. അതുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പോയിരുന്ന് ഇങ്ങനെ ദൈവവുമായി സംസാരിക്കും. ദൈവമായി അതൊക്കെ എൻ്റെ വളർച്ചയുടെ സമയമാണ്. 1998 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 98 ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാനങ്ങനെ വായിച്ചു ഇങ്ങനെ ആത്മാവിൽ ദൈവമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ദൈവമേ എനിക്ക് വിക്കുണ്ട്, അദ്ദേഹത്തിന് വിക്കുണ്ട്, അതായത് എന്ന് പറഞ്ഞുകൊണ്ട് വിക്കും. അപ്പോൾ ദൈവം പറഞ്ഞ, വിക്കൊക്കെ ഞാൻ മാറ്റി തന്നോളാം, മോശയ്ക്ക് വിക്കുണ്ടായിരുന്നു, മാറ്റിക്കൊടുത്തവനാണ് ഞാൻ, നിനക്ക് മാറ്റിത്തരാം. പക്ഷേ നീ എനിക്ക് വേണ്ടി നീ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നീ ഉണ്ടാകരുത്, ഞാനേ ഉണ്ടാകാവൂ. നീ അതിനായിട്ട് വിട്ടു തരണം, അപ്പോൾ ഞാൻ പ്രവർത്തിച്ചോളാം. ഇങ്ങനെ ബെന്നിഗിനുമായിട്ടൊരു എഗ്രിമെൻ്റ് ചെയ്തു. അപ്പോൾ ബെന്നിഗിൻ പറഞ്ഞു, എനിക്കൊരു എന്താണ് അവിടുന്ന് എൻ്റെ കൂടെ നിൽക്കുമെന്നുള്ളതിന് എന്താ തെളിവ്, അതൊക്കെ നീ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ നോക്കിക്കൊള്ളാൻ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ബെന്നിഗിന് ഒരാൾ പറഞ്ഞു, നിനക്കൊരു ടെസ്റ്റ് മണി പറയാനായിട്ട് ഞാനൊരു അനുവാദം തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് ടെസ്റ്റ് മണിക്ക് ആകെ കിട്ടുന്നത് 20 മിനിറ്റാണ് ആകെ ഉള്ളത്. 20 മിനിറ്റ് പ്രസംഗിക്കാനായിട്ട് പുള്ളിക്കാരന് ഒരു അനുവാദം കൊടുത്തു. 20 മിനിറ്റിന് വേണ്ടി പുള്ളി ഒരു ദിവസം ഫുള്ള് ദൈവത്തിൻ്റെ കൂടെ ഇരുന്നു. ദൈവാത്മാവിൽ നിറഞ്ഞു നേരെ സ്റ്റേജിലേക്ക് കയറി മൈക്ക് ഒരാൾ അനൗൺസ് ചെയ്തിട്ട് ടെസ്റ്റ് മണിയാണെന്ന് പറഞ്ഞു. ഇദ്ദേഹം ടെസ്റ്റ് മണി പറയാൻ, ഇത് വിക്കനായിട്ട് ടെസ്റ്റ് മണി പറയാനായിട്ട് വാ തുറന്നപ്പോൾ പെട്ടെന്ന് നാവിലേക്ക് ഒരു തീ വന്ന് കയറി, നാവിൻ്റെ കെട്ടഴിഞ്ഞു, വിക്ക് മാറി. ഇദ്ദേഹം പെട്ടെന്ന് മോശയെക്കുറിച്ച് പറയാൻ തുടങ്ങി. അഹ്റോനെക്കുറിച്ച് ടെസ്റ്റ് മണി പറയാൻ പറ്റുന്നില്ല. മോശയെക്കുറിച്ച് അഹ്റോനെക്കുറിച്ച് പറയാൻ വന്നപ്പോൾ സംഘാടകരിൽ ഒരാൾ ഓടി വന്നിട്ട് ടൈം ഓവറായി എന്ന് പറഞ്ഞുകൊണ്ട് മൈക്ക് മേടിക്കാൻ വന്നു. ഇദ്ദേഹം തൊട്ട് മൈക്ക് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നേരെ നീട്ടി, കൈ ഇങ്ങനെ നീട്ടിയതേ ഉള്ളൂ, അദ്ദേഹം ഭിത്തിയിലിടിച്ച് തെറിച്ച് തറയെ വീണു. എന്നാൽ ബെന്നിഗിൻ തിരിച്ചറിയുന്നത് തൻ്റെ കൈ നീട്ടുമ്പോൾ ആൾക്കാർ വീഴാൻ തുടങ്ങുന്നു. അന്നാ തിരിച്ചറിയാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഒരാൾ വന്നു, അയാളുടെ നേരെ ഇങ്ങനെ കൈ നീട്ടി, അയാളും തറയെ വീഴുക. അപ്പോൾ ബെന്നിഗിനും ഒരു കാര്യം മനസ്സിലായി, തൻ്റെ കൈ നീട്ടുന്നവരുടെ മേൽ ദൈവാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. അവിടെ വെച്ചാണ് ബെന്നിഗിൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ഈ വരപ്രാപ്തി ലഭിച്ചു. അവിടെ മുതലാണ് മനസ്സിലാക്കുന്നത്, എത്രയോ ദിവസം ദൈവത്തിൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ഇത് ലഭിച്ചെന്നറിയാവോ. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തൊട്ട് അദ്ദേഹത്തിൻ്റെ റൂമിൽ ഇരുന്നു കൊണ്ട് ദൈവവുമായി ഇങ്ങനെ കണക്ട് ചെയ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേലക്കാരി ഈ വരാന്ത തൂത്ത് കഴിയുക. റൂമിൻ്റെ ഫ്രണ്ടിലുള്ള വരാന്ത ഇങ്ങനെ തൂത്ത് ബെന്നിഗിൻ്റെ റൂമിൻ്റെ അടുത്തെത്തിയതും വേലക്കാരി തെറിച്ച് നിന്ന് തറയിൽ വീണു. ശബ്ദം കേട്ടിട്ട് ബെന്നിഗിൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവർ തറയിൽ വീണ് കിടക്കുകയാണ്. അവർക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എല്ലാവരും കൂടെ ഓടി വന്ന് അവരെ പിടിച്ചെഴുന്നേപ്പിച്ചു. ചോദിച്ചു, എന്താ പറ്റിയത്? ഏതോ ഒരു ശക്തി വന്ന് എന്നെ തെള്ളി മാറ്റി എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നോക്കിയോണം, ആ ഒരു കൃപാവരം, ഇതൊന്നും ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കൃപാവരം ലോകത്തിൻ്റെ പല ഭാഗത്ത് ആൾക്കാർ നേടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഒരു ശക്തി വന്ന് തെള്ളി മാറ്റുകയാണ്. ഹല്ലേലൂയ. ഇത് ഞാൻ വായിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാനിത് മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചിട്ടുണ്ട്. യേശുവിനെ പിടിക്കാനായി വരുമ്പോൾ ഞാനാണ് ക്രിസ്തു എന്ന് പറയുമ്പോൾ ഇവർ പുറകോട്ട് മാറി നിലം പരിശു വീഴുന്നത് ഞാൻ സുവിശേഷത്തിൽ വായിച്ചിട്ടുണ്ട്. ആ കൃപ ബെന്നിഗിൻ പ്രാപിച്ചെടുത്തു. യേശുവിലുണ്ടായിരുന്ന ആ കൃപ പ്രാപിച്ചെടുത്തു. പ്രാർത്ഥന കൊണ്ട് പ്രാപിച്ചെടുത്തു. എങ്ങനെ പ്രാപിച്ചെടുക്കുന്നു? പരിശുദ്ധാത്മാവ് ജീവിക്കുന്ന ദൈവം തന്നിൽ വന്ന് അലിയുന്നത് മനസ്സിലാക്കിയ നിമിഷം മുതൽ ടെസ്റ്റ് ചെയ്തില്ല, തനിയെ സംഭവിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ. ഇനിയും കൃപാവരദാനങ്ങളുണ്ട്, പ്രാപിച്ചെടുക്കാൻ ഇനിയും കൃപാവരദാനങ്ങളുണ്ട്, പ്രാപിച്ചെടുക്കാൻ ഇനിയുമുണ്ട്. നമ്മൾ അറിയാത്ത ഏതൊക്കെയോ കൃപാവരദാനങ്ങൾ ദൈവത്തിന്റെ കയ്യിലുണ്ട്. ദൈവം ഗ്രൂപ്പ് നോക്കിയിട്ടല്ല കൊടുക്കുന്നത്, വ്യക്തിയുടെ വിശ്വാസം നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. ദൈവ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കിയിട്ടല്ല, വ്യക്തിയുടെ വിശ്വാസം കണ്ടിട്ട്. ഇവിടെ ഒരു വ്യക്തി, ഒരു വിശ്വാസം ഇവിടെ ഉണ്ടെങ്കിൽ അവന്റെ മേൽ ഈ ശക്തി ഇറങ്ങാം, അവന്റെ മേൽ ഈ പവർ ഇറങ്ങാം. സ്തുതിക്കാമോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് സ്തുതിച്ചേ. ആമേൻ.
ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഞാൻ ഒരിക്കൽ ഡൽഹിയിൽ ആദ്യമായി സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് ട്രെയിനിൽ വെച്ച് പരിശുദ്ധാത്മാവ് വന്നിട്ട് ഇതുപോലെ പറഞ്ഞു, പിന്നെ നീ അവിടെ ചെല്ലുമ്പോൾ നിനക്ക് നെഗറ്റീവ് അനുഭവമായിരിക്കും, നീ പേടിക്കരുത്. നിനക്ക് ബെന്നിഗിനെ നീ വായിച്ചിട്ടുണ്ടല്ലോ, നിനക്ക് ടെസ്റ്റ് മണി പറയാൻ ഞാനൊരു അനുവാദം തരും. അപ്പോൾ ടെസ്റ്റ് മണി പറയാൻ മാത്രം ബെന്നിഗിന് കൊടുത്ത് അതേ രീതി തന്നെ ആയിരിക്കും, നീ അതുകൊണ്ട് പേടിക്കരുത്, നീ ബെന്നിഗിൻ്റെ ബുക്ക് എടുത്ത് വായിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ബെന്നിഗിൻ്റെ ഈ ടെസ്റ്റ് മണിയുടെ പറയാൻ കയറി കൈ നീട്ടുമ്പോൾ ആൾക്കാർ വീഴുന്നത് ഞാൻ വീണ്ടും വീണ്ടും ട്രെയിനിൽ ഇരുന്ന് വായിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് ഈ അനുഭവം വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സ്തോത്ര. ഡൽഹിയിൽ ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അച്ഛന്മാരുടെ ലെറ്റർ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛന്മാരുടെ ലെറ്റർ ഇല്ല, എന്നാൽ ഇവിടെ വചനം പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എന്നെ കോർഡിനേറ്റ് ചെയ്ത ബ്രദറിന് സങ്കടമായി. ബ്രദർ ഒരു സ്ത്രീയാണ്, ആ സഹോദരിയുടെ, അവരാണ് കരിസ്മാറ്റിക്കിൻ്റെ കോർഡിനേറ്ററാണ് അവർ ഡൽഹിയുടെ. അവരുടെ എന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും ചെയ്യണം, ബ്രദർ നാട്ടിൽ നിന്ന് വന്നതല്ലേ ചേച്ചി, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പള്ളിയിൽ നിന്ന് എന്നെയും കൂടെ പുറത്താക്കും, ബിഷപ്പിൻ്റെ ലെറ്റർ ഇല്ലാതെ കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അവസാനം ചേച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഒരു 10 മിനിറ്റ് തരാം, സാക്ഷ്യം പറഞ്ഞിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് ബെന്നിഗിൻ്റെ കാര്യം. ഹല്ലേലൂയ, സ്തോത്ര, ഹല്ലേലൂയ. യേശു ട്രെയിനിൽ വെച്ച് എന്ത് പറഞ്ഞോ അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാക്ഷ്യം പറയാനായിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ പെട്ടെന്ന് അറിയാതെ പരിശുദ്ധാത്മാവേ എന്നൊന്ന് വിളിച്ചു. അറിയാതെ വിളിച്ചു പോയതാണ്. ഈ ട്രെയിനിൽ വെച്ച് നടന്ന ഈ സംഭവം മനസ്സിൽ ഓർത്തിട്ട് ഒരൊറ്റ വിളിച്ചതാണ്. ആ വിളിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് താഴെ ഇറങ്ങി വന്നിട്ട് ലീഡർ ഉൾപ്പെടെ ബോധം കെട്ട് തറ വീണു. എങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. പടപട ഒരു ശിവറിങ് അങ്ങോട്ട് വന്നിട്ട് പടപടപട വീഴുകയായിരുന്നു. ഒരൊറ്റ വിളിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ട്രെയിനിൽ വെച്ച് ദൈവാത്മാവ് പറഞ്ഞത് ഓർക്കുകയുണ്ടായി. ബാക്കി ഞാൻ പ്രവർത്തിച്ചോളാം എന്ന് പറഞ്ഞത് ഓർക്കുകയുണ്ടായി. ഹല്ലേലൂയ. ഞാൻ സാക്ഷ്യം പറയാനായിട്ട് തുടങ്ങിയപ്പോൾ തറയിൽ വീണുകൊണ്ട് ലീഡർ പറഞ്ഞു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറ. 10 മിനിറ്റ് തന്ന എനിക്ക് 1 മണിക്കൂറായിട്ട് പ്രസംഗം നിർത്താൻ അനുവദിച്ചില്ല അവർ. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ദൈവാത്മാവ് പ്രവർത്തിച്ചാലേ ഇങ്ങനെയുള്ള പ്രവർത്തനം ദൈവം ചെയ്യത്തുള്ളൂ. ബുദ്ധി കൊണ്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നടക്കത്തില്ല, ബുദ്ധി കൊണ്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ നടക്കത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ശരീരത്തിൽ വരുന്നത് തിരിച്ചറിയണം. അപ്പോഴേ ഒരു കണ്ണ് കാണാൻ പറ്റാത്തവനെ സുഖപ്പെടുത്താൻ പറ്റത്തോള്. അപ്പോഴേ മരിച്ച ശവശരീരത്തെ ഉയർപ്പിക്കാൻ പറ്റത്തോള്. അതുകൊണ്ട് ഇനിയും പ്രാപിച്ചിട്ടില്ലാത്തവർ പുതിയ കൃപകൾ പ്രാപിക്കാനായി ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ഈ ക്ഷണം സ്വീകരിക്കുക. സ്തോത്ര, 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 സ്തോത്ര. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ, ദൈവത്തിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ, ദൈവത്തിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ. ചണ്ടപ്പേട്ടയിൽ വെച്ച് ഞാനിങ്ങനെ രാത്രിയിലും പകലെല്ലാം ഒരു വനത്തിലിരുന്ന് ഞങ്ങളിങ്ങനെ പ്രയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഇതാണ്, നിനക്ക് ഞാൻ പുതിയൊരു ശുശ്രൂഷ ഞാൻ ചെയ്ത് കാണിക്കാം, അത് നീ അന്ന് എല്ലാം പുതിയ ശുശ്രൂഷകൾ പഠിപ്പിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ അതിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ധൈര്യമാണ് വേണ്ടത്. അപമാനമേറ്റാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന തരത്തിൽ ഒരു ധൈര്യം നമ്മൾ കാണിക്കണം. അപമാനമേറ്റാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന തരത്തിൽ ഒരു ധൈര്യം നമുക്കുണ്ടാവണം. അപ്പോൾ എന്താണ് കർത്താവ് പുതിയ ശുശ്രൂഷ? നീ ജനങ്ങളെ എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തണം. ശരി, എഴുന്നേൽപ്പിച്ച് ചേർത്തിട്ട് അവരുടെ അടുത്ത് സ്തുതിക്കാൻ പറയരുത്, അവർ നിശബ്ദമായിട്ട് നിൽക്കണം. ഞാൻ 10 മിനിറ്റിനകത്ത് വെച്ച് അവരുടെ മേൽ ഇറങ്ങിക്കോളാം. അപ്പോൾ നിനക്കും വിശ്വാസമാകും, ജനത്തിനും വിശ്വാസമാകും. അപ്പോൾ ഇത് വലിയ കഠിനമേറിയ ഒരു സംഭവമാണ്. ജനങ്ങൾ സ്തുതിക്കാതെ നിൽക്കണം, ഓർഗൻ പാടില്ല, ഒന്നും പാടില്ല, വെറുതെ എഴുന്നേറ്റ് നിന്നാൽ മതി, ഞാൻ ഇറങ്ങിക്കോളാം. അപ്പോൾ ഞാൻ യഥവാനാണെന്ന് നിനക്ക് മനസ്സിലാവും. ശരി, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ഇത്രയും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഭയങ്കര വിശ്വാസം വേണം. കാരണം അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് നേരത്തെ അനൗൺസ്മെൻറ്റ് ചെയ്യണോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇപ്പോൾ ഇറങ്ങും, 10 മിനിറ്റ് വെറുതെ വെയിറ്റ് ചെയ്താൽ മതി എന്ന് വല്ല അനൗൺസ്മെൻറ്റ് ചെയ്യണോ? ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. വെറുതെ അങ്ങ് നിന്നാൽ മതി, അനൗൺസ്മെൻറ്റ് ചെയ്യേണ്ട, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്ന് ധ്യാനം കൂടിയ അത്രയും പേരെയും പരിശുദ്ധാത്മാവ് പറഞ്ഞ ടൈം എത്തിയപ്പോൾ
എല്ലാവരും എഴുന്നേറ്റോളാൻ പറഞ്ഞു. നിശബ്ദമായിട്ട് നിന്നോ, നിങ്ങളൊന്നും ചെയ്യണ്ട, വെയിറ്റ് ചെയ്യും, ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് വെളിപ്പെടുമെന്ന് പറഞ്ഞു. ഇത്രമാത്രം പറഞ്ഞു. അവർ വെയിറ്റ് ചെയ്തു. അവർ വെറുതെ നിന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റേജിൽ നിന്ന് പാടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടി പറഞ്ഞു, ബ്രദറെ, എനിക്ക് മരവിച്ചിട്ടിരിക്കാൻ വയ്യ, ഇവിടെ ഭയങ്കര തണുപ്പായി എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേജിൻ്റെ പുറമെ ഇതുപോലെ ഭിത്തിയാണ്, അവിടുന്ന് മഞ്ഞ് കാറ്റിങ്ങനെ വീഴാൻ തുടങ്ങി ബാക്കിൽ നിന്നുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അനുഭവം ഇല്ലെന്ന് പറഞ്ഞു. ഉണ്ടോ? ഇല്ല, എനിക്ക് പറ്റുന്നില്ല, ഞാനിപ്പോൾ ബോധം കെട്ട് പോകും എന്ന് അവളെനിക്ക് എഴുതി തന്നുകൊണ്ടിരിക്കുക. തറയിരിക്കുവാണ് അവൾ, എഴുതി തരും, ഞാനിപ്പോൾ ബോധം കെട്ടും, എനിക്ക് പിടിച്ചേക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ കാണാൻ എൻ്റെ കാലിലേക്ക് അത് വരാൻ തുടങ്ങി. ഇതിങ്ങനെ മെല്ലെ വന്നു, നമ്മുടെ ബാക്കെല്ലാം അങ്ങ് തണുത്ത് മരവിക്കും. ഭയങ്കര തണുപ്പാണ്. ഞാൻ റഷ്യയിൽ പോയപ്പോൾ ആ തണുപ്പെന്ന് പറയുന്നത് ഈ മുട്ടുസൂചി കൊണ്ട് കുത്തുന്ന തണുപ്പാണ്. പക്ഷേ ഈ തണുപ്പ് മുട്ടുസൂചി കൊണ്ട് കുത്തുന്നതല്ല, ഭയങ്കര തണുപ്പാണ്. ഈ തണുപ്പ് നമ്മളെ കടർന്ന് അത് നേരെ അങ്ങോട്ട് പോയി ജനങ്ങളിലേക്ക് പോയതും ജനങ്ങൾ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഓരോരുത്തരായി ബോധം കെട്ട് വീഴാൻ തുടങ്ങി. പടപടപടോ വീഴ്ച ഉണ്ടായി. ഒരു സ്തുതിപ്പില്ല, ഒരു ആരാധനയില്ല, ഒന്നുമില്ല, ഓർഗണില്ല, ഒന്നുമില്ല. ദൈവാത്മാവ് ഇറങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ഞാൻ പലപ്പോഴും അത് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് അന്ന് വാഗ്ദാനം ചെയ്തു, അന്ന് ദൈവാത്മാവ് എന്നെ കാണിച്ചു തന്നു, ഞാൻ യഥാർത്ഥമാണ്, ഞാൻ അത് വെറുതെയുള്ള ദൈവമല്ല, ഞാൻ സത്യമായ ദൈവമാണ്. യേശു പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേലയക്കും, അവൻ വന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞില്ലേ, ആ വ്യക്തിയാണ് ഞാൻ സത്യമാണ്, ഞാൻ വെറുതെയുള്ള ആളല്ല, ഞാൻ യഥാർത്ഥമാണ്. ഇത് ദൈവം വെളിപ്പെടുത്തി തരിക. നിങ്ങളുടെ ശുശ്രൂഷയിൽ ദൈവാത്മാവുമായിട്ട് ആലോചിച്ച് നിങ്ങൾ ശുശ്രൂഷ ചെയ്യാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദൈവം നിങ്ങളോട് പറയും, നിങ്ങളത് ധൈര്യത്തോടെ അനുസരിക്കണം. യേശുവേ ആരാധന, ധൈര്യത്തോടെ അനുസരിക്കുന്ന ശുശ്രൂഷകരായി നിങ്ങൾ മാറണം. ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. അതുകൊണ്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ദർശന വരം എന്ന് പറയുന്നൊരു വരത്തിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ വരത്തിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് വരത്തേക്കാൾ വലിയവനാണ്. അതായത് ജീവൻ്റെ പഴത്തേക്കാൾ വലുതാണ് ജീവദാതാവ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആരെക്കുറിച്ചും സംസാരിക്കാൻ പറ്റും. അവരുടെ ഭാവി കാര്യങ്ങൾ സംസാരിക്കാം, മുന്നോട്ടുള്ളത് എല്ലാം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. എപ്പോഴാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ? അതിന് വേണ്ടത് ധൈര്യമാണ്. ധൈര്യമുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്ന കണക്കല്ല, ഷാർപ്പ് ഷൂട്ടായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുക. ഷാർപ്പ് ഷൂട്ട്, ഒരു ശകലം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാത്ത വിധത്തിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ നാവായി നിങ്ങൾ മാറുകയാണ്. ആ നാവുകൾ ഒരിക്കലും ആരുടെയും കുറ്റം പറയരുത്. ആ നാവുകൾ ആരെയും പുറകെ നടന്നൊന്നും നോക്കരുത്. ആ നാവ് ദൈവത്തിന് വിലയായി സമർപ്പിച്ചാൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്യുക. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ശുശ്രൂഷ ശക്തിപ്പെടട്ടെ. നിങ്ങളുടെ ശുശ്രൂഷയെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വർഷിപ്പ് ചെയ്യുന്ന നല്ല ലീഡേഴ്സ് ഉണ്ടാവണം. വർഷിപ്പ് ചെയ്യുന്നവർ, വർഷിപ്പ് ചെയ്യാൻ സഹോദരന്മാരിൽ നിന്നൊക്കെ ലീഡേഴ്സ്, പവർഫുൾ ലീഡേഴ്സ്, കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്ന തരത്തിലുള്ള ദൈവിക ലീഡേഴ്സ്, അവരുടെ വർഷിപ്പിൽ അനേകം പേർ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, അനേകം പേർ മാറുവാൻ തക്കവിധ വർഷിപ്പിൻ്റെ ഒരു പവർ ഇറങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആങ്കറിങ്ങിൻ്റെ പവർ ഇറങ്ങണം. ഒരു സ്റ്റേജ് മുഴുവൻ ആങ്കർ ചെയ്ത് ജനങ്ങളെ പിടിച്ചിരുത്തുന്ന ഒരു പവർ ഇറങ്ങണം. ഒരുപാട് ഗിഫ്റ്റുകൾ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ചോദിച്ച് വാങ്ങിച്ചെടുക്കാൻ, നിങ്ങൾ നോക്കുമ്പോൾ ഏഞ്ചലിനെ കാണണം. നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കുന്ന വലിയ ഗിഫ്റ്റുണ്ട്. ആത്മീയ കണ്ണുകൾ തുറക്കുന്ന ഗിഫ്റ്റുണ്ട്. ആത്മീയ കണ്ണുകൾ തുറക്കുന്നത്, പ്രവാചകൻ പറഞ്ഞു, കർത്താവേ എൻ്റെ ദാസൻ്റെ ആത്മീയ കണ്ണ് തുറക്കണമേ. അവൻ്റെ കണ്ണുകൾ തുറന്നു. അവൻ കണ്ട് തനിക്ക് ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാർ നിൽക്കുന്നത് കണ്ട് ആത്മീയ കണ്ണുകൾ തുറക്കുന്ന ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരാളെ കുറിച്ച് നല്ലതുപോലെ പറയാൻ പറ്റും.
തെറ്റുകൂടാതെ പറയാൻ പറ്റും. സംഭവിക്കുന്ന കാര്യങ്ങൾ പറയാൻ പറ്റും. ഈ കൃപകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൃപകൾ ലഭിക്കാൻ വേണ്ടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ശുശ്രൂഷയുടെ കൃപകൾ ലഭിക്കാൻ വേണ്ടി, ആത്മീയ വർധനവിൻ്റെ കൃപകൾ ലഭിക്കാൻ വേണ്ടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും ഇങ്ങനെ ചെയ്യേണ്ടത് ഇതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ വന്ന് നിറയുന്നത് നിങ്ങൾ അറിയണം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ശരീരത്തിലേക്ക് വന്ന് നിറഞ്ഞു നിങ്ങൾ എന്തായി മാറുകയാണ്? നിങ്ങൾ പുതിയ ചൈതന്യമായി, പുതിയ ശുശ്രൂഷകരായി മാറുകയാണ്. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. അവരവരുടെ ഉത്തരവാദിത്വമാണ്. ദൈവാത്മാവ് നിങ്ങൾക്ക് ശരീരവും തമ്മിൽ ലയിക്കുക. ദൈവത്തിൻ്റെ ആവാപിതാവിനെ അകത്തേക്ക് സ്വീകരിച്ച് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ജീവാണുവും ആവാപിതാവിൻ്റെ കൃപയാൽ നിറയണം. ദൈവം നിങ്ങൾക്ക് എല്ലാം വെളിപ്പെടുത്തി തരും. ദൈവം നിങ്ങൾക്ക് സകലതും വെളിപ്പെടുത്തും. ദൈവം നിങ്ങൾക്ക് കണ്ണുകൾ ഓപ്പണാക്കാം. സകലതും വ്യക്തമായി കാണാൻ പറ്റും. സകലതും വ്യക്തമായി കാണുന്ന ഒരു കാഴ്ച വ്യാപരിക്കട്ടെ. ഫയർ 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 ഫയർ. സകലതും വ്യക്തമായി കാണുന്ന ഒരു കാഴ്ച സംഭവിക്കട്ടെ. എല്ലാവരും ഇരിക്കുക, എല്ലാവരും ഇരിക്കുക. ദർശനങ്ങൾ ശക്തമായി നിലനിൽക്കാൻ വേണ്ടി നീതി പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് നീതി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമോ? ദൈനംദിന ജീവിതത്തിൽ നീതികേടും ഇല്ലയോ? ചില നമ്മൾ ചെയ്യുമ്പോൾ അതൊരു നീതികേടാണ് എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നത്തില്ലേ? ആ നീതികേടാണെന്ന് ഉള്ളിൽ തോന്നുന്ന കേസുകൾ ചെയ്യരുത്. മനസ്സിലായോ? ഇത്രയും നിങ്ങൾ വേറൊന്നും അതിനകത്ത് പഠിപ്പിക്കാനില്ല. നമ്മൾ ഈ ചെയ്യുന്നത് നീതിയാവത്തില്ല, ഇതൊരു നീതികേടാണ്, ഇത് ശരിയല്ല എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സെർവ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സെർവ് ചെയ്യുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരാൾ എല്ലാ ദിവസവും നമുക്ക് അത്യാവശ്യ സമയത്തെല്ലാം നമ്മളെ വണ്ടിയിൽ കൊണ്ടുവന്നു നമ്മുടെ ഓഫീസിൽ വിട്ടു, കാറിൽ കൊണ്ടുവന്ന് വിട്ടു. ഓക്കെ, അപ്പോൾ അയാൾക്കൊരു അത്യാവശ്യം വന്ന സമയത്ത് നിങ്ങൾ തിരിച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല സെർവറാണോ? അല്ല. അപ്പോൾ ഒരു പാലം ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ത്രാസിൽ തൂക്കം നിലനിൽക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഒരു പാലം ഇട്ടാൽ എന്ത് ചെയ്യണം? അങ്ങോട്ട് ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ
നിങ്ങൾ തിരിച്ചും കൊടുക്കാനായിട്ട് ശ്രമിക്കും. ഇനി അടുത്തത്, നിങ്ങൾക്കത് മനസ്സിലായോ? ദർശനങ്ങളിൽ പിശാച് കയറാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളായത്. അടുത്തതിൽ നമ്മളെല്ലാത്തിലും സ്വാർത്ഥത വെക്കാൻ പാടുണ്ടോ? എല്ലാത്തിലും സ്വാർത്ഥത വെക്കാൻ പാടുണ്ടോ? പാടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക. പക്ഷേ പ്രതീക്ഷ വെക്കാൻ പാടില്ല, ഹെൽപ്പ് ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ ഹെൽപ്പ് ആഗ്രഹിക്കാനും പാടില്ല. നമ്മൾ സ്വന്തമായി തീരുമാനമെടുത്ത് നമ്മുടേതാണെന്ന് കരുതി ഒന്നും ചെയ്യരുത്. കാരണം അപരന് അത് എന്തായി മാറുമെന്നറിയോ? ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിക്കളയും. നമ്മളൊരു ശല്യമായിട്ട് അവർക്ക് തോന്നും. അത് നിങ്ങൾ ചെയ്യരുത്. എനിക്ക് നിങ്ങളിൽ സ്വാതന്ത്ര്യം ഉണ്ടായാൽ പോലും ഞാനും അത് ചെയ്യാൻ പാടില്ല. എനിക്ക് നിങ്ങളിൽ എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാനും അത് ചെയ്യത്തില്ല. കാരണം ഇങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യം വേറൊരാൾക്ക് പീഡനമാകരുത്. നമ്മൾ ശ്രദ്ധിക്കും. ഇതെന്തിനാ പറഞ്ഞു വന്നാൽ, നിങ്ങളൊരു ആത്മീയ നേതാവായി കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളൊരു വീട്ടിൽ ചെല്ലുന്നു, നിങ്ങൾ അടുക്കള വരെ അങ്ങ് കയറി ചെല്ലുക. അത് ശ്രദ്ധിക്കുക. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വന്ന ഒരാളാണ്, നിങ്ങൾ മാനസാന്തരപ്പെടുത്തിയ ഒരാളാണ്. അടുക്കള വരെ കയറി ചെല്ലരുത്. അവിടെ കോളിംഗ് ബെല്ലടിക്കുക, അവരുടെ അലോഡുണ്ടെങ്കിൽ മാത്രം അകത്ത് പ്രവേശിക്കുക. അത്ര സിമ്പിൾ ആൻഡ് ഹമ്പിളായിരിക്കണം നിങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ്? വരപ്രാപ്തി നിലനിൽക്കാൻ വേണ്ടി. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിങ്ങൾ വരുന്നത് കാരണം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമാകും എന്ന് വിചാരിച്ചുകൊണ്ട് ആയിരിക്കരുത്. അതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ പറ്റത്തുമില്ല. അപ്പോൾ ഇത് എൻ്റെ വീടിനെ നിങ്ങളങ്ങ് വിട്ടേരെ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ പ്രിൻസിപ്പിൾ പാലിക്കണം. നമ്മൾ പാലിച്ചാൽ മാത്രമേ എന്ത് നിലനിൽക്കത്തുള്ളൂ? വരം നിലനിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇപ്പം മനസ്സിലായി. അപ്പോൾ വരമുള്ളവർ എപ്പോഴും എന്ത് ചെയ്യണം? വരമുള്ളവർ ഡീസൻസി കീപ്പ് ചെയ്യണം. വരമുള്ളവർ എന്ത് ചെയ്യണം? ഡീസൻസി കീപ്പ് ചെയ്യണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഡീസൻസി കീപ്പ് ചെയ്യണം. എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? അന്യരുടെ കാര്യത്തിൽ തലയിടരുത്, സ്വാതന്ത്ര്യം കാണിക്കരുത്. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നീതിബോധം മതി. വേറൊന്നും വേണ്ട, പക്കാ നീതിബോധമായിരിക്കണം. നീതിബോധം ആയിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും വരം നിങ്ങളിൽ നിന്ന് പോത്തില്ല. ഹല്ലേലൂയ. പക്കാ നീതിയായിരിക്കണം. നമുക്ക് ഇങ്ങോട്ടൊരു ഹെൽപ്പ് ചെയ്താൽ നമ്മുടെ മൈൻഡിൽ വെച്ചേക്കണം, എന്നെ ഇന്ന ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അവസരം ദൈവമേ എനിക്ക് തരണേ, എനിക്ക് തിരിച്ചു ചെയ്യാൻ അവസരം തരണേ. ഇതാണ് നല്ല നീതിമാൻ്റെ പ്രാർത്ഥന. പിടികിട്ടിയോ? അവസരത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. യേശുവേ ആരാധന. നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാകത്തുള്ളൂ? ശക്തിയേറിയ വരം ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ അലമ്പല്ലേ? അല്ലെങ്കിൽ സംഭവം ഒന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങളുടെ ആരെങ്കിലും സഹകരിക്കുമോ? പിന്നെ നിങ്ങൾ ദർശനം പറഞ്ഞുകൊണ്ട് ഇയാളും കൊണ്ട് പോടെ എന്ന് പറയത്തില്ലേ? ഈ പ്രിൻസിപ്പിൾ നിങ്ങൾ കീപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ വിഷൻ കറക്റ്റ് ആകത്തുള്ളൂ. ഹല്ലേലൂയ. ഈ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ്? പേര് പറഞ്ഞേ. ബ്രെയിൻ ഏത് രീതിയിൽ സെറ്റ് ചെയ്യും? നീതിബോധത്താൽ സെറ്റ് ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവയെ കൈകളടിച്ചുകൊണ്ട് നിറയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ നിറയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ അഗ്നിനാവുകളെന്നിൽ പതിയണമേ, അഗ്നിനാവുകളെന്നിൽ പതിക്കണമേ. ആത്മാവിൽ നിറയണമേ, അഭിഷേകം പകരണമേ. ആത്മാവിൽ നിറയണമേ,
അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ അഗ്നിനാവുകളെന്നിൽ പതിക്കണമേ, അഗ്നിനാവുകളെന്നിൽ പതിക്കണമേ. ആത്മാവെ നിറയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ നിറയണമേ, അഭിഷേകം പകരണമേ. ഇസ്രായേൽ ജനത്തിന് വിടുതലിനായി അന്ന് മോശമേൽ തീ പകർന്നു കൊടുത്ത പോലെ, ഇസ്രായേൽ ജനത്തിന് വിടുതലിനായി അന്ന് മോശമേൽ തീ പകർന്നു തീ മുൾപടർപ്പ് കത്തും പോലെ ഇറങ്ങണമേ. ആ തീയിൽ നിന്ന് എന്നെ എന്ന് വിളിക്കണമേ. തീ മുൾപടർപ്പ് കത്തും പോലെ ഇറങ്ങണമേ. ആ തീയിൽ നിന്ന് എന്നെ എന്ന് വിളിക്കണമേ. ആത്മാവ് നിറയണമേ, അഭിഷേകം പകരണമേ. ആത്മാവ് നിറയണമേ, അഭിഷേകം പകരണമേ. ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കുമെന്നും നിന്റെ നാമത്തെ വൈരികൾക്കു വെളിപ്പെടുത്താം. ജാതികൾ തിരുമുന്നിൽ വിറയ്ക്കുമെന്നും നിന്റെ നാമത്തെ വൈരികൾക്കു വെളിപ്പെടുത്താം. തീ ചൊല്ലിക്കത്തുപോലെ നീ ഇറങ്ങണമേ. വെള്ളം തിളയ്ക്കുന്ന പോലെ നീ പകരണമേ. തീ ചൊല്ലിക്കത്തുപോലെ നീ ഇറങ്ങണമേ. വെള്ളം തിളയ്ക്കുന്ന പോലെ നീ പകരണമേ. ആത്മാവിൽ നിറയണമേ, അഭിഷേകം പകരണമേ. ആത്മാവിൽ നിറയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ അഗ്നിനാവുകളെന്നിൽ പതിയണമേ, അഗ്നിനാവുകളെന്നിൽ പതിക്കണമേ. ആത്മാവിൽ നിറയണമേ, അഭിഷേകം പകരണമേ. ആത്മാവിൽ നിറയണമേ, അഭിഷേകം പകരണമേ. ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനാൽ അന്ന് മോശമേൽ തീ പകർന്നു കൊടുത്ത പോലെ, ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനായി അന്ന് മോശമേൽ തീ പകർന്നു കൊടുത്ത പോലെ, തീ മുൾപടർപ്പ് കത്തും പോലെ ഇറങ്ങണമേ. ആ തീയിൽ നിന്ന് എന്നെ എന്ന് വിളിക്കണമേ. തീ മുൾപടർപ്പ് കത്തും പോലെ ഇറങ്ങണമേ. ആ തീയിൽ നിന്ന് എന്നെ എന്ന് വിളിക്കണമേ. ആത്മാവെ നിറയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ നിറയണമേ, അഭിഷേകം പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ,